എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ടോപ്പിക്കിലെ റൈറ്റ് ടു ഫ്രീഡം എന്ന ഭാഗം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡത്തിൽ നമ്മൾ ഇന്നലെ കണ്ടത് ആർട്ടിക്കിൾ 19 ആണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ 6 റൈറ്റ്സ് വരുന്നുണ്ട്. ആ 6 റൈറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ മേലുള്ള റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അപ്പോൾ ഏതൊക്കെയായിരുന്നു ആ റൈറ്റ്സ്? നമുക്ക് നമ്മളുടേതായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടേതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ആശയങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അപ്പോൾ ഇത് പങ്കുവെക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടണം അല്ലേ? അപ്പോൾ അതിനായിട്ട് പീസ്ഫുൾ അസംബ്ലി, നമുക്ക് സമാധാനപരമായിട്ട് ഒരുമിച്ച് കൂടാനുള്ള അവകാശം, ആയുധങ്ങളൊന്നും കൊണ്ടല്ല കേട്ടോ. അപ്പോൾ ആ ഒരു റൈറ്റ് നൽകുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ആശയങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, നമുക്കൊരു അസോസിയേഷൻ ഫോം ചെയ്യണം. അസോസിയേഷൻ ഫോം ചെയ്യുക, അല്ലെങ്കിൽ യൂണിയൻ ഫോം ചെയ്യുക, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാനൊക്കെയുള്ള അവകാശം. പിന്നെ ഈ ആശയങ്ങൾ പടർത്താനും മറ്റു പല കാര്യങ്ങൾക്കുമായിട്ട് ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സഞ്ചരിക്കാനുള്ള അവകാശം, മൂവ് ഫ്രീലി, ഇന്റേണൽ മൂവ്മെന്റ് മാത്രം. അതിനുശേഷം ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിസൈഡ് ചെയ്യാൻ, ടെമ്പററി ആയിട്ട് വെറുതെ ഒരു സ്ഥലത്ത് നിൽക്കാനോ അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാൻ, പെർമനൻ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യാനുള്ള അവകാശവും ഈ രാജ്യത്തുണ്ട്. പിന്നെ നമുക്ക് അവിടെയൊക്കെ നിൽക്കുമ്പോൾ എവിടെയാണെങ്കിലും, ഇന്ത്യയുടെ ഏത് ഭാഗത്താണെങ്കിലും നമുക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഏതൊരു പ്രൊഫഷൻ ചെയ്യാനും അല്ലെങ്കിൽ ഗവൺമെൻറ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതല്ലാത്ത ഒരു ബിസിനസ് ഒക്കെ ചെയ്യാനും ഒക്കെയുള്ള അവകാശവും ആർട്ടിക്കിൾ 19 നമ്മൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 19 പക്ഷേ കുറേ അധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പബ്ലിക് മൊറാലിറ്റി, ജനറൽ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബ്സിൻ്റെ ഇൻട്രസ്റ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ആ ഭാഗം നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 20 ആണ്. ആർട്ടിക്കിൾ 20 പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ആർട്ടിക്കിൾ 19 ഒരു കാര്യം പറയാനുണ്ട്. ഈ ആർട്ടിക്കിൾ 19 നമുക്ക് അടിയന്തരാവസ്ഥ വന്നാൽ പോലും അത് എക്സ്റ്റേണൽ അഗ്രഷൻ മൂലമുള്ള അടിയന്തരാവസ്ഥയാണെങ്കിൽ മാത്രമേ നമുക്ക് ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സമയത്തേക്ക് അടിയന്തരാവസ്ഥയുടെ സമയത്ത് മാത്രം അത് ഇംപ്ലിമെന്റ് ചെയ്യാത്ത രീതിയിൽ സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോൾ എക്സ്റ്റേണൽ അഗ്രഷൻ ആണെങ്കിൽ മാത്രം, അതായത് പുറത്തു നിന്നുള്ള ഒരു യുദ്ധം. ഇപ്പോൾ അമേരിക്ക നമുക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ റഷ്യയോ ചൈനയോ പാകിസ്ഥാനോ നമുക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രമേ നമുക്ക് ആർട്ടിക്കിൾ 19 എടുത്ത് കളയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഒരു ഇന്റേണൽ അഗ്രഷനാണ് നടക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ആണ്, ഇപ്പോൾ ഓപ്പോസിഷൻ പാർട്ടിയാണല്ലോ കോൺഗ്രസ്, ഇപ്പോൾ വലിയൊരു പ്രക്ഷോഭമായി മാറി. ഇപ്പോൾ ആയുധങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇന്റേണൽ അഗ്രഷൻ അതൊരു പീസ്ഫുൾ അല്ലാതെ ആംഡ് റെബല്യൺ ആവുമ്പോഴാണ് അത് ഒരു അടിയന്തരാവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു കാരണമാണ്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു അഗ്രഷൻ ആണ് ഉണ്ടാവുന്നതെങ്കിൽ അവിടെ നമുക്ക് ആർട്ടിക്കിൾ 19 എടുത്തു കളയാൻ പറ്റില്ല. കാരണം രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ 2 അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ കേൾക്കാൻ നമ്മൾ സന്നദ്ധരാവണം. പക്ഷെ പുറത്തു നിന്ന് ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാവണം. ഓപ്പോസിഷൻ ആണെന്നോ ഒരു കാര്യം ഉണ്ടാവരുത്, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 19 എടുത്ത് കളയാൻ പറ്റും. നമ്മളുടെ രാജ്യത്ത് തന്നെ ഒരു വിഘടനം ഉണ്ടാക്കാൻ ശ്രമിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനൊക്കെ ഇവിടെ നൽകി കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും പാർട്ടി പറയാണ് നമുക്ക് ഇന്ത്യയുടെ കൂടെ നിൽക്കണ്ട, അവർ ചൈന ഇവിടുത്തെ ഭരണം ഏറ്റെടുത്തോട്ടെ, ഇവിടുത്തെ ഭരണത്തിലുള്ള ഒരു സർക്കാരിനേക്കാൾ നല്ലത് ചൈനയുടെ സർക്കാരാണെന്നൊക്കെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാവില്ല. അതുകൊണ്ട് തന്നെയാണ് എക്സ്റ്റേണൽ അഗ്രഷൻ ഉള്ളത്. അപ്പം നമുക്ക് ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കിവിടെ ഒരു ഇന്റേണൽ അഗ്രഷൻ ആണുള്ളതെങ്കിൽ നമുക്കിവിടുത്തെ ആർട്ടിക്കിൾ 19 എടുത്ത് കളയാൻ പറ്റില്ല. ബാക്കിയുള്ള ആർട്ടിക്കിൾസൊക്കെ 20ഉം 21ഉം ഒഴികെയുള്ള ബാക്കി എല്ലാ ആർട്ടിക്കിൾസും, ആർട്ടിക്കിൾ 19 അല്ലാത്ത എല്ലാ ആർട്ടിക്കിൾസും നമുക്ക് ഏത് അടിയന്തരാവസ്ഥയുടെ സമയത്താണെങ്കിലും എടുത്ത് കളയാവുന്നതാണ്. 20നും 21നും എക്സെപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ആർട്ടിക്കിൾ 20 എന്താണെന്ന് നമുക്ക് നോക്കണം അല്ലേ? നമുക്കെതിരെ കുറ്റം ചുമത്തുന്നതിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷനാണ് ആർട്ടിക്കിൾ 20 നൽകുന്നത്. പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. ആർട്ടിക്കിൾ 20 ഗ്രാൻസ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആർബിട്രറി ആൻഡ് എക്സസീവ്, അതായത് ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു പണിഷ്മെന്റ് ടു ആൻ അക്യൂസ്ഡ് പേഴ്സൺ വെദർ സിറ്റിസൺ ഓർ ഫോറിനർ ഓർ ലീഗൽ പേഴ്സൺ ലൈക്ക് എ കമ്പനി ഓർ എ കോർപ്പറേഷൻ.
നമ്മൾ ആർട്ടിക്കിൾ 19 പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർട്ടിക്കിൾ 19 ലഭിക്കുന്നത് ഇവിടുത്തെ പൗരന്മാർക്കും ഷെയർ ഹോൾഡേഴ്സിനും മാത്രമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോറിനേഴ്സിനോ അല്ലെങ്കിൽ ഒരു ലീഗൽ പേഴ്സൺ ആയിട്ടുള്ള കമ്പനിക്കോ ഒന്നും ഈ ഒരു ആർട്ടിക്കിൾ 19 ലഭിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മുൻപും പഠിച്ചതാണ് മൗലികാവകാശങ്ങളിൽ ചില മൗലികാവകാശങ്ങൾ മാത്രമേ എല്ലാവർക്കും ലഭിക്കുന്നതുള്ളൂ. പൗരന്മാർക്ക് എല്ലാ മൗലികാവകാശങ്ങളും ഉണ്ട്, പക്ഷെ ഫോറിനേഴ്സിന് എല്ലാ മൗലികാവകാശങ്ങളും ലഭിക്കണം എന്നില്ല. അപ്പോൾ ആർട്ടിക്കിൾ 19 അത്തരത്തിലുള്ളൊരു മൗലികാവകാശമാണ്, ഫോറിനേഴ്സിന് ലഭിക്കാത്തൊരു മൗലികാവകാശമാണ്. കാരണം ഒരു ഫോറിനർ ഇവിടെ വന്ന് കുറേ കാര്യങ്ങൾ പ്രീച്ച് ചെയ്താലുള്ള കാര്യം ആലോചിച്ച് നോക്കിയേ. അപ്പോൾ മൊത്തത്തിൽ പ്രശ്നം അവർ ചിലപ്പോൾ ഇന്ത്യക്കെതിരായിട്ടൊക്കെ സംസാരിക്കും അല്ലേ. അപ്പോൾ ഇന്ത്യക്കെതിരായിട്ട് സംസാരിച്ച് ഇവിടെ വിഘടനമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫോറിനേഴ്സിന് നമ്മൾ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ABCD സിനിമയിൽ ദുൽഖർ സൽമാനൊക്കെ ഗവൺമെന്റിനെതിരെ സംസാരിച്ചപ്പോൾ ദുൽഖർ സൽമാനെ പിടിച്ചോണ്ട് പോയിട്ട് അമേരിക്കയിലോട്ട് ഡീപ്പോർട്ട് ചെയ്യാനുള്ള നടപടി എടുത്തു. എന്തുകൊണ്ടാ? ദുൽഖർ സൽമാൻ അതിൽ ഒരു അമേരിക്കൻ സിറ്റിസൺ ആണ്. നമുക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് ഗവൺമെന്റിനെതിരെ എന്തും ഇവിടെ നിന്നിട്ട് പറയാം, പക്ഷേ പുറത്തു നിന്നുള്ളവർക്ക് ഇവിടെ വന്നിട്ട് ഗവൺമെന്റിനെതിരെ സംസാരിക്കാനോ എന്തെങ്കിലും സംസാരിക്കാനോ തന്നെ അവകാശം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു റെസ്ട്രിക്ഷൻ വെക്കാൻ പറ്റും. ആർട്ടിക്കിൾ 19 കാര്യത്തിൽ ഫോറിനേഴ്സിന് അതില്ല, പക്ഷെ ആർട്ടിക്കിൾ 20 വരുമ്പോഴോ അത് ഫോറിനേഴ്സിനും ഉണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ജസ്റ്റ് ഒന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതി. എന്താണ് ഇവിടെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത്? കുറ്റം ചുമത്തുന്നതിൽ നിന്നാണ്. ഇപ്പോൾ ഒരു വിദേശീയൻ ഇവിടെ വന്നു, ഇപ്പോൾ ദുൽഖർ സൽമാൻ ABCD സിനിമയിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വിചാരിച്ചു നോക്ക്. ഒരു കാരണമില്ലാതെ ദുൽഖർ സൽമാനെതിരെ നമ്മൾ ഒരു കേസ് അങ്ങോട്ട് വെക്കുകയാണ്, നീ രാജ്യദ്രോഹം കുറ്റം ചെയ്തു. ഒരു നിയമപരമായിട്ടുള്ള വസ്തുത പോലും ഇല്ലാതെ ഇപ്പോൾ രാജ്യദ്രോഹം എന്നുള്ളൊരു നിയമമൊക്കെ ഉണ്ട്. ആ നിയമത്തിന് അനുസരിച്ച് നോക്കുമ്പോൾ ദുൽഖർ സൽമാൻ, അതായത് ആ സിനിമയിലെ ക്യാരക്ടറെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശിക്ഷിക്കാം. പക്ഷേ ഈ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ, അതായത് നിയമസാധുത പോലും ഇല്ലാതെ തന്നെ, ഒരു നിയമം പോലും ഇല്ലാതെ തന്നെ വെറുതെ പറയാണ് എനിക്ക് ഇവന് ഇഷ്ടമായില്ല, ഇവനെതിരെ ഒരു കാര്യം ചെയ്യും, രാജ്യദ്രോഹ കുറ്റം അങ്ങോട്ട് ചുമത്ത് എന്ന് പറഞ്ഞ് ചുമത്താൻ പറ്റിയാനെ. അതുകൊണ്ടാണ് വിദേശീയർക്ക് പോലും ഈ ഒരു റൈറ്റ് നൽകിയിട്ടുള്ളത്. നമുക്കെതിരെ വെറുതെ ഒരു കാരണവശാലും ഒരു പണിഷ്മെന്റും വെക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, രാജാവ് നഗ്നനായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കെതിരെ ഒരിക്കലും ഒരു വിധത്തിലുള്ള കുറ്റം ചുമത്താൻ പറ്റില്ല. എനിക്കെതിരെ ഒരു കുറ്റം ചുമത്തണമെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലോ ഉണ്ടായിരിക്കണം. ആ ലോ ബേസിസിൽ മാത്രമേ എനിക്കെതിരെ കുറ്റം ചുമത്താൻ പാടുള്ളൂ. അതാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. അതായത് ആർബിട്രറി ആവരുത്. അതായത് ഒരു കാരണവുമില്ലാതെ ഏതാണ്ട് ഇവിടുത്തെ ഭരണാധികാരിയുടെ ഇഷ്ടത്തിന് ഞാനാണ് ഇവിടുത്തെ പ്രധാനമന്ത്രി, ഞാനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി, ഞാൻ തീരുമാനിക്കും ആരെ പണിഷ് ചെയ്യണം, അങ്ങനത്തെ സിസ്റ്റം ഒന്നും ഇവിടെ നടക്കൂല. കാരണം നമുക്കിവിടെ ഒരു ഭരണഘടനയുണ്ട്. ഇവിടെ ഒരു ഭരണഘടനാ വ്യവസ്ഥയിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണലി ലിമിറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ആണുള്ളത്. അതുകൊണ്ട് ആർക്കും അവരുടെ തറവാട്ട് സ്വത്ത് പോലെ ഇവിടെ ഭരിക്കാൻ പറ്റില്ല. ആർക്കും അതിനുള്ള അധികാരം കൊടുക്കുന്നില്ല. നിങ്ങൾ ഇവിടെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ പ്രതിനിധികളായിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി വെച്ചിട്ടുള്ളവർ മാത്രമാണ് നിങ്ങൾ. അതിൻ്റെ മുകളിലേക്കൊന്നും നിങ്ങൾ ചെല്ലരുതെന്ന് പറയുന്നത് തന്നെയാണ് മൗലിക അവകാശങ്ങൾ. അപ്പോൾ ഈ മൗലിക അവകാശങ്ങളിൽ ഈ ആർട്ടിക്കിൾ 20 എന്തൊക്കെ പ്രൊവിഷൻസ് ആണുള്ളതെന്ന് നമുക്ക് നോക്കാം. പ്രൊവിഷനായിട്ട് വരുന്നത് നോ എക്സ്പോസ് ഫാക്ടോ ലോ. അപ്പോൾ എക്സ്പോസ് ഫാക്ടോ ലോ എന്നുള്ളത് എന്താ? ഇപ്പോൾ ആലോചിച്ച് നോക്ക്, ഞാനിപ്പോൾ ഇവിടെ വെച്ച് ഒരു ഉറുമ്പിനെ കൊല്ലാണ്. അപ്പോൾ ഉറുമ്പിനെ കൊല്ലുന്നത് ഇപ്പോൾ തെറ്റല്ല. 2024 ഫെബ്രുവരി 10 ഈ ഉറുമ്പിനെ കൊല്ലുക എന്നുള്ളത് തെറ്റല്ല. പക്ഷെ 2025 ഒരു പുതിയ ഗവൺമെന്റ് വന്നിട്ട് തീരുമാനിക്കുകയാണ് ഉറുമ്പിനെ കൊന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഒരു വിധി കൊണ്ടുവരാണ്, അല്ലെങ്കിൽ ഒരു നിയമം കൊണ്ടുവരാണ്. അപ്പോൾ 2024 ഞാൻ ഉറുമ്പിനെ കൊന്നതിന് 2025 നിലവിൽ വരുന്നൊരു നിയമത്തിന് എന്നെ ശിക്ഷിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. 2024 ഞാൻ ഉറുമ്പിനെ കൊന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അത് 2024 നിയമം അനുസരിച്ച് കുറ്റമായിരിക്കണം. അല്ലാതെ കുറേ കാലം കഴിഞ്ഞ് 2025 അത് കുറ്റമായി മാറി എന്നും പറഞ്ഞിട്ട് എക്സ്പോസ് ഫാക്ടോ ലോ, പഴയതിലോട്ട് ഇറങ്ങിച്ചെന്ന് ശിക്ഷിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഉള്ള നിയമം അനുസരിച്ച് ഞാൻ കുറ്റമാണോ ചെയ്യുന്നത് അത് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. അല്ലാതെ 2025 ഉറുമ്പിനെ കൊല്ലുന്നത് കുറ്റമാണ്, അപ്പം നീ 2024 കൊന്നില്ലടാ എന്നും പറഞ്ഞിട്ട് എനിക്കെതിരെ ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. 2025 നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2025 മുതലാണ് ആ നിയമം പ്രാബല്യത്തിൽ വരിക. ആ ഒരു സമയം തൊട്ടേ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പണ്ടത്തെ കാലത്തോട്ട് പോയിട്ട് നീ അന്നേ ഉറുമ്പിനെ കൊന്നവനല്ലേടാ എന്നും പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ശിക്ഷിക്കാൻ പറ്റില്ല. നോ പേഴ്സൺ ഷാൽ ബി കൺവിക്റ്റഡ് ഓഫ് എനി ഒഫൻസ് എക്സെപ്റ്റ് ഫോർ വയലേഷൻ ഓഫ് എ ലോ ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം ഓഫ് ദ കമ്മീഷൻ ഓഫ് ദ ആക്ട്. ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉറുമ്പിനെ കൊല്ലുക എന്ന ഒരു ആക്ട് ഞാൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത്
അത് തെറ്റാണോ എന്നാണ് നോക്കേണ്ടത്. അല്ലാതെ ഓക്കെ 2025 നിയമം വന്നു, 2024 നമുക്ക് പോവാം, അല്ലെങ്കിൽ 1950 നമുക്ക് പോവാം, എന്നിട്ട് നമുക്ക് ശിക്ഷ വിധിക്കാം എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ തെറ്റാണ്. പിന്നെ nor subjected to a penalty greater than that prescribed by the law in force at the time of the കമ്മീഷൻ ഓഫ് ദ ആക്ട്. അതായത് ഞാനിപ്പോൾ ഉറുമ്പിനെ കൊന്നു, പക്ഷെ 2024 തന്നെ അത് നിയമവിരുദ്ധമാണെന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ ഉറുമ്പിനെ കൊല്ലുന്നതിന് 10 വർഷം തടവാണ് ഈ ഒരു രാജ്യത്ത് ഉള്ളത് എന്ന് വിചാരിക്കുക. അപ്പോൾ 10 വർഷം തടവാണ് ഈ രാജ്യത്ത് ഒരു ഉറുമ്പിനെ കൊന്നാൽ മാക്സിമം ആയിട്ട് കിട്ടാൻ പോകുന്ന തടവ് എന്നിരിക്കെ എനിക്കെതിരെ 20 കൊല്ലത്തെ തടവ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നിയമം അനുശാസിക്കുന്ന രീതിയിൽ എത്ര കൊല്ലത്തെ തടവാണ് മാക്സിമം പറ്റുക, അത് മാത്രമേ എനിക്കെതിരെ വിധിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് തോന്നാണ് അനോണിന് എനിക്ക് ഇഷ്ടമല്ല, അവൻ 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 മൊത്തത്തിൽ ഉഡായിപ്പാണ്, അവനൊരു കാര്യം ചെയ്യും, അവൻ ഉറുമ്പിനെ കൊന്നില്ലേ, 10 കൊല്ലമല്ലേ നിയമപ്രകാരം, അവനൊരു കാര്യം ചെയ്യും, എനിക്ക് അവൻ ഇഷ്ടമല്ല, 20 കൊല്ലം കൊടുക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നിയമം അനുശാസിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പക്ഷെ ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രിമിനൽ ലോയിൽ മാത്രമേ അപ്ലൈ ആവുള്ളൂ. അതായത് ഞാനൊരു ക്രിമിനൽ കുറ്റം ചെയ്തു, ഇപ്പോൾ ഉറുമ്പിനെ കൊന്നു എന്നുള്ള ക്രിമിനൽ കുറ്റം ചെയ്യുമ്പോൾ മാത്രമേ അത് അപ്ലൈ ആവുള്ളൂ. ഇപ്പോൾ ഒരു സിവിൽ കുറ്റം, ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഉറുമ്പിൻ്റെ വിൽപ്പന നടത്തി, വിൽപ്പനയ്ക്ക് ഞാൻ ടാക്സ് അടച്ചില്ല. അപ്പോൾ ഉറുമ്പിൻ്റെ വിൽപ്പനയ്ക്ക് ടാക്സ് അടയ്ക്കണമെന്ന് 2024 നിയമം ഉണ്ടായിരുന്നില്ല, പക്ഷെ 2025 നിയമം വന്നു. അപ്പോൾ 2025 ഈ ടാക്സിനെ പോലുള്ള നിയമമൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ പണ്ട് തൊട്ടേ റെട്രോസ്പെക്റ്റീവ് പഴയ കാലത്തോട്ട് പോയിട്ട് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് 1950 മുതൽ ഉറുമ്പിനെ വിൽക്കുന്നവരൊക്കെ ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാബല്യത്തിൽ വരും. കാരണം സിവിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും എക്സ്പോസ് ഫാക്ടോലോ കുഴപ്പമില്ല. എക്സ്പോസ് ഫാക്ടോ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പഴയൊരു കാലത്തേക്ക് പോയിട്ട് ആ നിയമത്തിനെ അപ്ലൈ ചെയ്യണം. അതായത് 2025 കൊണ്ടുവന്ന നിയമം നമ്മൾ 25 കൊണ്ടുവന്നതെങ്കിലും റെട്രോസ്പെക്റ്റീവ്ലി, അതായത് പണ്ടത്തെ കാലത്തേക്ക് പോയിട്ട് അത് അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ എക്സ്പോസ് ഫാക്ടർ എന്ന് പറയാം. അപ്പോൾ അത് ക്രിമിനൽ കുറ്റമാണെങ്കിൽ അത് പറ്റില്ല. ഭയങ്കര മോശമാണല്ലേ. ഞാൻ ഉറുമ്പിനെ കൊന്നു, എനിക്കറിയില്ലായിരുന്നു അത് കുറ്റമാണെന്ന്, 2025 ആയപ്പോൾ പറയാം അത് കുറ്റമാണെന്ന്. ഞാൻ ക്രിമിനൽ കുറ്റം എന്ന് പറയുമ്പോൾ അതിന് ശിക്ഷ കൂടും. പക്ഷേ ഈ സിവിൽ ലോ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഒരു ടാക്സോ അല്ലെങ്കിൽ ഒരു സ്ഥലക്കേസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊന്നും വലിയ ഒരു ഫൈനൊക്കെ അടച്ചാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് വഴി തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സിവിലായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അതിന് കുഴപ്പമില്ല. ഇപ്പോൾ പറയുകയാണ് 2020 മുതൽ ഉറുമ്പിനെ വിറ്റവർക്കൊക്കെ ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടയ്ക്കേണ്ടി വരും. സിവിലായിട്ടുള്ള കാര്യമാണ്. സിവിലായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് എക്സ്പോസ് ഫാക്ടോ, അതായത് റെട്രോസ്പെക്റ്റീവിൽ നമുക്ക് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ട്രയൽ, ഇപ്പോൾ വിചാരണ ചെയ്യുമ്പോൾ ഇങ്ങനെ വിചാരണയാണ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഇപ്പോൾ നിയമം ഉണ്ടാവും. അത് 2025 ആകുമ്പോൾ ചിലപ്പോൾ വിചാരണയിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും. ഇന്നാളെ ഇങ്ങനെ വിചാരണ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ. ഇപ്പോൾ നേര് സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ വിചാരണയ്ക്കൊക്കെ ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതിനൊക്കെ ഓരോ അതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഇപ്പോൾ 2026 ആകുമ്പോൾ പറയാണ് വിചാരണയ്ക്ക് നമുക്കൊരു ചെറിയ വ്യത്യാസം വരുത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്രയൽ വ്യത്യാസം വരുത്താൻ പറ്റും എന്നുള്ളതാണ് കാര്യം. പിന്നെ മറ്റൊരു കാര്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പോസ് ഫാക്ടോ ലോ എന്നുള്ളത് ക്രിമിനൽ ലോയിൽ മാത്രമേ അപ്ലൈ ചെയ്യാത്തതുള്ളൂ. ഇപ്പോൾ ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷനാണ് വരുന്നത്. അതായത് അനോൺ അപകടകാരിയാണ്, ഇവന് ചെറുതായിട്ട് ഈ ഉറുമ്പിനെ കൊല്ലുന്ന തീവ്രവാദ സംഘടനയായിട്ട് ചെറിയ ബന്ധമുണ്ടെന്നും പറഞ്ഞിട്ട് എന്നെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ, ഇപ്പോൾ UAPA ചുമത്തി അല്ലെങ്കിൽ കാപ്പ ചുമത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജയിലിൽ കൊണ്ടടയ്ക്കാറുണ്ട്. പ്രിവെൻഷനായിട്ട്, അതായത് കുറ്റം ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ കൊണ്ട് ജയിലിലിടാറുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് ഈ ഒരു എക്സ്പോസ് ഫാക്ടോ ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അയ്യോ എന്നെ അങ്ങനെ പറ്റില്ല, ഞാൻ ആ ഒരു സംഘടനയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സംഘടന അപകടകാരി ആയിരുന്നില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എക്സ്പോസ് ഫാക്ടോ ലോ അപ്ലൈ ആവാത്തത് ക്രിമിനൽ ലോയുടെ കാര്യത്തിൽ മാത്രമാണ്. സിവിൽ ലോയുടെ കാര്യത്തിൽ അത് അപ്ലൈ ആവും. അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ കാര്യത്തിലും അത് അപ്ലൈ ആവും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് സെക്യൂരിറ്റി, ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും പണമോ കാര്യങ്ങളൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ ആ കാര്യത്തിലും അത് അപ്ലൈ ആവും. ക്രിമിനൽ ലോയുടെ കാര്യത്തിൽ മാത്രമാണ് നമ്മളുടെ ഈ ഒരു എക്സ്പോസ് ഫാക്ടോ ലോ എന്നുള്ളത് അപ്ലൈ ആവാത്തത്. ഇനി അതിനുശേഷം വരുന്നത് നോ ഡബിൾ ജെപ്പേർഡി. ഈ നോ ഡബിൾ ജെപ്പേർഡി എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് നമ്മളെ ഒരേ കുറ്റത്തിന് 2 വട്ടമൊന്നും ശിക്ഷ വിധിക്കാൻ പറ്റില്ല. ഇപ്പോൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ സുപ്രീം കോടതി എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. സുപ്രീം കോടതി എന്നെ ശിക്ഷയ്ക്ക് വിധിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉണ്ട്, അവരും എന്നെതിരെ
ശിക്ഷയ്ക്ക് വിധിക്കുന്നു. അപ്പം എനിക്ക് 2 ശിക്ഷ ഒരേ കുറ്റത്തിന് ലഭിക്കുകയാണ്. അപ്പോൾ അത് അനുവദിക്കുന്നതല്ല. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഒരു ജുഡീഷ്യൽ സ്ട്രക്ചറുള്ള സിസ്റ്റത്തിൽ മാത്രമാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഒരു ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു, അങ്ങനെയൊക്കെ ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള നടപടിയൊക്കെ നടക്കുകയാണെങ്കിൽ അതിനൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ പല കുറ്റങ്ങളുടെ സമയത്തും കാണാറുണ്ട്. ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ ചിലപ്പോൾ ജോലിയിൽ നിന്നൊക്കെ പിരിച്ചുവിടുന്നൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് കമ്പനികളിൽ പോലും ഇപ്പോൾ ഇന്ന ഒരു തെറ്റ് ചെയ്തവനാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ കോണ്ടാക്ട് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടാറുണ്ട്. അപ്പോൾ അതിനൊന്നും നമുക്ക് ഈ ഡബിൾ ജെപ്പേർഡി കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളെ ഒന്നിൽ കൂടുതൽ നിയമപ്രകാരം ഒരേ കാര്യത്തിന് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഒരു നിയമവിചാരണ വഴി നമുക്കൊരു കുറ്റം അല്ലെങ്കിൽ കുറ്റത്തിന് ശിക്ഷ വിധിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു സുപ്രീം കോടതിയിൽ നമുക്ക് ശിക്ഷ കിട്ടി, ഇനി പോയിട്ട് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ വേറൊരു ശിക്ഷയും കൂടെ നമുക്ക് ലഭിക്കാൻ പാടില്ല. നമുക്ക് ഒരു കുറ്റം ചെയ്താൽ ആ ഒരു കുറ്റത്തിന് ആ കുറ്റത്തിൻ്റെതായിട്ടുള്ള ശിക്ഷ. ഇത് ജുഡീഷ്യൽ സിസ്റ്റത്തിലുള്ള ശിക്ഷയെ കുറിച്ച് മാത്രമാണ് പറയണത്. ജുഡീഷ്യൽ അല്ലാത്ത ഉള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഒരു 2 വട്ടമൊക്കെ ശിക്ഷിക്കാൻ പറ്റും. ദ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡബിൾ ജെപ്പേർഡി ഈസ് അവൈലബിൾ ഓൺലി ഇൻ പ്രൊസീഡിങ്സ് ബിഫോർ എ കോർട്ട് ഓഫ് ലോ ഓർ എ ജുഡീഷ്യൽ ട്രിബ്യൂണൽ. In other words, it is not available in proceedings before departmental or administrative authorities as they are not of judicial nature. അതായത് ജുഡീഷ്യൽ നേച്ചർ അല്ലാത്ത അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റീസിൽ നിന്നൊക്കെ നമുക്ക് ശിക്ഷ ലഭിക്കുന്നതിന് നമുക്ക് ഈ ഡബിൾ ജെപ്പേർഡി എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് നമുക്കെതിരെ ആക്ഷൻ എടുത്തു, നമ്മളെ സസ്പെൻഡ് ചെയ്തു, ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ ആക്ഷനാണ്, അതൊരു ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വന്നിട്ടുള്ള കാര്യമല്ല. പക്ഷേ നമുക്കിപ്പോൾ ഒരു ജുഡീഷ്യൽ ട്രിബ്യൂണലിൽ നമുക്കെതിരെ ഒരു ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ വീണ്ടും ശിക്ഷ വിധിക്കുന്നു, 2 ശിക്ഷ പാടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നോ ഡബിൾ ജെപ്പേർഡി എന്നുള്ളതാണ് നമുക്കൊരു കുറ്റം ചുമത്തുന്ന കാര്യത്തിൽ തന്നെ രണ്ടാമതായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ഉള്ളത്. അത് കഴിഞ്ഞാൽ വരുന്നത് നോ സെൽഫ് ഇൻക്രിമിനേഷൻ. അതായത് ഞാനാണ് കുറ്റവാളി എന്ന് ഒരിക്കലും സെയിമായിട്ട് നമ്മൾ തന്നെ എവിഡൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നോട് വന്നിട്ട് ചോദിക്കണം, എടാ നീയല്ലടാ ഉറുമ്പിനെ കൊന്നത്, സത്യം പറയടാ, നിന്നെ ഞാൻ ചവിട്ടും ഇടിക്കും, നീ സത്യം പറഞ്ഞോ, നീയാണ് ഉറുമ്പിനെ കൊന്നതെന്ന് എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ ഉറുമ്പിനെ കൊന്നിട്ടില്ല. എനിക്കെതിരെ ഒരു മൊഴിയും കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്നെ ഇടിക്കാനും പിടിക്കാനൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും, അത് ഒരിക്കലും നിയമത്തിന് ചേർന്ന പരിപാടിയല്ല. പക്ഷെ ഇടിക്കുന്നു, ഇടി, പല മുറകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്താലും ഞാൻ മൊഴി തരില്ല. കാരണം ഈ രാജ്യത്ത് ആർട്ടിക്കിൾ 20 പ്രകാരം എനിക്ക് കൺവിക്ഷൻ ഓഫ് ഒഫൻസിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉണ്ട്. എനിക്കെതിരെ തന്നെ മൊഴി നൽകാതിരിക്കാനും എനിക്ക് അവകാശമുണ്ട്. നോ സെൽഫ് ഇൻക്രിമിനേഷൻ. നോ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് ഷാൽ ബി കമ്പൽഡ് ടു ബി എ വിറ്റ്നസ് എഗെയിൻസ്റ്റ് ഹിംസെൽഫ്. ആ വ്യക്തി അവർക്ക് തന്നെ എതിരായിട്ട് ഒരു സാക്ഷിയാവാൻ നമ്മൾ അനുവദിക്കില്ല. ഈ രാജ്യം അനുവദിക്കുന്നില്ല. നിങ്ങൾ പോലീസാണെങ്കിൽ നിങ്ങൾ പോലീസ് പോയിട്ട് എവിഡൻസ് കണ്ടെത്തണം. അല്ലാണ്ട് ആ പാവത്തിനെ പിഴിഞ്ഞിട്ട് ആ പാവത്തിനെ കൊണ്ട് തന്നെ നീയാണല്ലേ കുറ്റം ചെയ്യിപ്പിച്ചത് എന്ന് സമ്മതിപ്പിക്കുന്നതല്ല ഇവിടുത്തെ രീതി എന്ന് ആർട്ടിക്കിൾ 20 തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഉൾപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഹവർ ഇറ്റ് ഡസ് നോട്ട് എക്സ്റ്റെൻഡ് ടു കമ്പൽസറി പ്രൊട്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ ഒബ്ജക്ട്സ്. ഇപ്പോൾ പറയാണ്, നീ നിന്റെ കാർ നാളെ ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കണം, അല്ലെങ്കിൽ ആ കാർ ഞങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നിന്റെ വീടിന് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നിന്റെ ഇന്ന ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ്, ഇപ്പോൾ കാറോ ബൈക്കോ ഇന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല, എനിക്കെതിരെ ഞാൻ തന്നെ എൻ്റെ കാർ കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കില്ല എന്ന് പറയാൻ പറ്റുമൊന്നുമില്ല. ഇവിടെ വരുന്നത് ഒരു ഓറലായിട്ട് ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് എവിഡൻസ് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യമാണ്. ഇപ്പോൾ പോലീസിനൊരു സംശയം കിട്ടിയിട്ട് പോലീസിനെ ഒന്ന് തപ്പാം. അല്ലാതെ എന്നോട് വന്നിട്ട് നീ കുറ്റം ചെയ്യാൻ ഉപയോഗിച്ച, നീ ഉറുമ്പിനെ കൊല്ലാൻ ഉപയോഗിച്ച ഇന്ന സാധനം എന്താന്ന് പോലും പോലീസിന് അറിയാണ്ട് എന്നോടത് ചോദിക്കാൻ പറ്റില്ല. ഇപ്പം വേണമെങ്കിൽ ചോദിക്കാം, നിന്റെ കാറ് കൊണ്ടുപോകാം, നീ കാറ് വെച്ച് കാറ് കൊണ്ട് ചവിട്ടി അരച്ചിട്ടല്ല ഉറുമ്പിനെ കൊന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് കാറൊക്കെ ചെക്ക് ചെയ്യാം. പക്ഷെ ഞാനായിട്ട് എനിക്കെതിരെ ഒരു എവിഡൻസും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഒക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവരാം. എൻ്റെ കാറ് കൊണ്ടുവരാം, എൻ്റെ ബൈക്ക് കൊണ്ടുവരാം. പക്ഷെ ഇപ്പോൾ ഞാനാണ് ഉറുമ്പിനെ കൊന്നത് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നോ സെൽഫ് ഇൻക്രിമിനേഷൻ. അതുപോലെ തന്നെ മെറ്റീരിയൽ ഒബ്ജക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ അവിടെ റെസ്ട്രിക്ഷൻ വയ്ക്കുന്നില്ല. പിന്നെ പറയുന്നത് എന്താ, കമ്പൽഷൻ ടു ഗീവ് തമ്പ് ഇംപ്രഷൻ. അതായത് നമുക്കിപ്പോൾ ഒരു തമ്പ് ഇംപ്രഷൻ, നമ്മളുടെ പല വിധത്തിലുള്ള ബയോമെട്രിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ അവർക്ക് കേസ് തെളിയിക്കാം. ഇപ്പോൾ നമ്മളെ DNA ഒക്കെ എടുത്തിട്ട് നമ്മളെ കേസ് തെളിയിക്കാറുണ്ട്. ഇപ്പോൾ പറയാണ്, ആ ഉറുമ്പിനെ കൊന്ന ആ ഒരു പരിസരത്ത് നിന്ന് നിന്റെ ഒരു മുടിയുടെ ഇഴ കിട്ടിയിട്ടുണ്ട്, അപ്പം നിന്റെ DNA മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം എനിക്ക് പറയാൻ പറ്റില്ല, എൻ്റെ DNA എനിക്ക് തരാൻ പറ്റൂല, എൻ്റെ DNA കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊന്നും നമുക്ക് ആ സമയത്ത്
പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എന്താ, കമ്പൽസറി എക്സിബിഷൻ ഓഫ് ദ ബോഡി. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അയാൻ സിനിമയിലൊക്കെ, സൂര്യയുടെ സിനിമയിലൊക്കെ കാണുന്നുണ്ട് ഈ സ്വർണ്ണമൊക്കെ കടത്തുന്നത്. അപ്പോൾ സ്വർണം കടത്തുന്ന സമയത്ത് ഞാൻ പറയാണ്, എൻ്റെ ബോഡി എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല, എന്നെ ഒരു വിധത്തിലും ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഒരു കേസിൻ്റെ കാര്യത്തിനായിട്ട് നമ്മളെ വിവസ്ത്രനാക്കി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ നമ്മൾ അനുവദിച്ചേ പറ്റൂ. അവിടെ ഒന്നും നമുക്ക് ഒരു വിധത്തിലുള്ള പ്രൊട്ടക്ഷനും ഇല്ല. പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതൊക്കെ വരുന്നത് ഇറ്റ് എക്സ്റ്റെൻസ് ഓൺലി ടു ക്രിമിനൽ പ്രൊസീഡിങ്സ് ആൻഡ് നോട്ട് ടു സിവിൽ പ്രൊസീഡിങ്സ് ഓർ പ്രൊസീഡിങ്സ് വിച്ച് ആർ നോട്ട് ഓഫ് ക്രിമിനൽ നേച്ചർ. ഇപ്പോൾ ഈ വധശിക്ഷ കാര്യങ്ങൾ, ക്രിമിനൽ ആയിട്ടുള്ളൊരു കാര്യമൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. സിവിൽ നേച്ചറിലാണെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള എവിഡൻസ് കൊടുക്കാൻ കാര്യങ്ങൾക്കൊക്കെ ഇതുണ്ട്. ഇതിന് പ്രകാരമാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ സ്പെസിമെൻ കൊടുക്കാനൊക്കെ എക്സെപ്ഷൻ ഉണ്ടെന്നുള്ള കാര്യം. അതായത് സ്പെസിമെൻ ആവശ്യപ്പെടാം, DNA കാര്യങ്ങളൊക്കെ ആ ഒരു പോലീസിനും കാര്യങ്ങൾക്കും ആവശ്യപ്പെടാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിന് പ്രകാരമാണ് ഇപ്പോൾ 2022 CRPCയുടെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ആക്ട് വന്നിട്ടുണ്ട്. അതിന് പ്രകാരം നമ്മളിപ്പോൾ ഒരു കുറ്റമൊക്കെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളുടെ ഇപ്പോൾ ബയോമെട്രിക്സ്, ഇപ്പോൾ ഐറിസ് സ്കാൻ, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാവില്ല, നമുക്ക് പെട്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ചില ഡോക്യുമെൻറ്റ്സ് അവരുടെ അടുത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ അവരുടേതായിട്ടുള്ള AI ക്യാമറകളൊക്കെ ഉണ്ടെങ്കിൽ ആ AI ക്യാമറയിൽ ഇപ്പോൾ ഞാൻ പണ്ടൊരു കുറ്റം ചെയ്ത വ്യക്തിയാണെങ്കിൽ ആ ഒരു പരിസരത്ത് എൻ്റെ പ്രസൻസ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഈ ബയോമെട്രിക്സ് വെച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ ഇന്ന കള്ളന്മാർ അല്ലെങ്കിൽ ഇന്ന ക്രിമിനൽസ് ആ പരിസരത്ത് ഉണ്ടായിരുന്നില്ല എന്ന്. നമ്മളുടെ ആ ഒരു പോലീസിൻ്റെ കയ്യിലുള്ള ഒരു വലിയ ഡാറ്റാബേസ് ഉണ്ട്, അവിടുത്തെ ക്രിമിനൽസിൻ്റെ ഒക്കെ ബയോമെട്രിക്സ് അടങ്ങിയത്. അപ്പോൾ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അത് എന്താ പറയുക, ഒരു മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു പ്രൈവസി എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ. ഞാൻ ഒരു വട്ടം കുറ്റം ചെയ്തെന്ന് പറഞ്ഞിട്ട് എത്ര കൊല്ലാണ് അവിടെ ഇരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഉണ്ട്. അപ്പോൾ പ്രൈവസിയുടെ ഒരു ആർഗ്യുമെൻ്റ് അവിടെ വരുന്നുണ്ട്. പക്ഷേ അതേസമയം ക്രിമിനലുകളെ പിടിക്കാനായിട്ട് ചിലപ്പോൾ ഇത് ഹെൽപ്ഫുള്ളുമായി മാറിയേക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 20 നമ്മളെ കുറ്റം ചുമത്തുന്നതിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. പിന്നെ ആർട്ടിക്കിൾ 19 ഞാൻ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 20 വരുമ്പോൾ ഇത് എക്സ്റ്റേണൽ അഗ്രഷൻ ആയിക്കോട്ടെ, ഇന്റേണൽ അഗ്രഷൻ ആയിക്കോട്ടെ, ഒരിക്കലും നമുക്ക് ആർട്ടിക്കിൾ 20 എടുത്തു കളയാൻ പറ്റില്ല. ആർട്ടിക്കിൾ 20 എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു യുദ്ധം നടക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രക്ഷോഭം നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ വെറുതെ ഇപ്പോൾ ആലോചിച്ച് നോക്ക്, ഞാനാണ് ഓപ്പോസിഷൻ പാർട്ടിയുടെ ലീഡർ, രാഹുൽ ഗാന്ധി ഒന്നുമല്ല, ഞാനാണ് ഇവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടിയുടെ ലീഡർ, ഞാനൊരു പുതിയ പാർട്ടി ഫോം ചെയ്തു, ഞാനാണ് ഓപ്പോസിഷൻ പാർട്ടിയുടെ ലീഡർ, എനിക്കെതിരെ വെറുതെ ഒരു നിയമം പോലും അനുശാസിക്കാത്ത രീതിയിൽ എനിക്കെതിരെ വെറുതെ രാജ്യദ്രോഹ കുറ്റോ എന്തെങ്കിലും കുറ്റം ചുമത്താണ്, ശരിയല്ലല്ലോ. ഇവിടെ ഒരു അടിയന്തരാവസ്ഥ ഉണ്ടെന്നും പറഞ്ഞിട്ട് ആർക്കെങ്കിലും അങ്ങനത്തെ അവകാശം കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 20 ഒരു ഇന്റേണൽ അഗ്രഷൻ ആയിക്കോട്ടെ, ഒരു എക്സ്റ്റേണൽ അഗ്രഷൻ ആയിക്കോട്ടെ, ഒരിക്കലും എടുത്തു കളയാൻ പറ്റില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 21 ആണ്. ആർട്ടിക്കിൾ 21 വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. എൻ്റേതായിട്ടുള്ള ജീവിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ എൻ്റേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലേ, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, എൻ്റെ മേലൊരു റെസ്ട്രിക്ഷനും ഗവൺമെൻറ് വെക്കാൻ പാടില്ല. ഒരു പ്രോപ്പർ ആയിട്ടുള്ളതല്ലാത്തൊരു റെസ്ട്രിക്ഷനും വെക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 ഡിക്ലെയർസ് ദാറ്റ് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നുള്ളത് നമ്മൾ ജപ്പാനിൽ നിന്ന് എടുത്ത ഒരു സിസ്റ്റമാണ്, ജപ്പാനിൽ നിന്ന് എടുത്ത ഒരു പ്രൊസീജിയറാണ്. അവിടെ ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണുള്ളത്. അപ്പോൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷനിൽ വന്നത് നമ്മളുടെ AK ഗോപാലൻ കേസിലാണ്. നമ്മളെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. നമ്മൾ കേരളത്തിൽ പല സ്ഥലത്തും AKG സ്മാരകമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പണ്ട് ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുത്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇത് തെറ്റായിട്ടുള്ള നിയമമാണ്, ഈ നിയമം ഫെയർ അല്ല, നിയമം ജസ്റ്റ് അല്ല, നിയമം തെറ്റാണ്, ഇത് ഇങ്ങനത്തെ ഒരു നിയമം പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കേസ് കൊടുത്തു. അപ്പോൾ കോടതി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതി വളരെ നാരോ ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിറ്റേഷൻ നടത്തി ആർട്ടിക്കിൾ 21. കാരണം ഇവിടെ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നുള്ളതാണ്. നിയമപ്രകാരം നിങ്ങൾ ചെയ്തത് തെറ്റാണോ എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. ആ നിയമം തെറ്റാണോ എന്ന് നോക്കാൻ നിങ്ങൾക്ക് ഒരു അധികാരമില്ല. കാരണം ഇവിടെ നിയമപ്രകാരം പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആയാൽ മാത്രം മതി. ഇവിടെ കോടതി പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. സുപ്രീം കോടതി അന്ന് പറഞ്ഞത്, ഇറ്റ് ഈസ് അവൈലബിൾ ഓൺലി അഗെയിൻസ്റ്റ് ആർബിട്രറി എക്സിക്യൂട്ടീവ് ആക്ഷൻ. അതായത് ഇപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും ആക്ഷൻ അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു കാര്യത്തിൽ നമുക്ക് റൈറ്റ് ടു ലൈഫ് അല്ലെങ്കിൽ പേഴ്സണൽ ലിബർട്ടി പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നിയമപ്രകാരമായിട്ട് ഇപ്പോൾ നിയമം പറയാണ്, യൂട്യൂബിൽ കൂടെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. റൈറ്റ് ടു ലൈഫിൽ ഇപ്പോൾ റൈറ്റ് ടു ഫുഡില്ലേ, റൈറ്റ് ടു ഫുഡ് പോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ
യൂട്യൂബേഴ്സിന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞാൽ, പാർലമെന്റ് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ വഴി ഈ റൈറ്റ് ടു ലൈഫിനെയും റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടീനെയും ഒക്കെ നമുക്ക് തടഞ്ഞു വയ്ക്കാൻ പറ്റും എന്നാണ് നമ്മൾ ആർട്ടിക്കിൾ 21 ശരിക്കും കൊടുത്തിട്ടുള്ളത്. നിയമം ഉണ്ടായാൽ മതി. നിയമം ശരിയാണോ തെറ്റാണോ, ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചോദിക്കുന്നില്ല എന്നാണ് സുപ്രീം കോടതി നമ്മളുടെ AK ഗോപാലൻ കേസിൽ പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞു ഈ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വലിയ രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷനോ ഒന്നും നോക്കണ്ട. ഇവിടെ പേഴ്സണൽ ലിബർട്ടി എന്നുള്ളത് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് ലിബർട്ടി റിലേറ്റിംഗ് ടു ദ പേഴ്സൺ ഓർ ബോഡി ഓഫ് ദി ഇൻഡിവിജ്വൽ. ആ വ്യക്തിയുടെ ബോഡി, ആ വ്യക്തിയുടേതായിട്ടുള്ള കുറച്ച് സ്വാതന്ത്ര്യങ്ങൾ ഇത് മാത്രമേ നോക്കുള്ളൂ എന്ന് പ്രത്യേകം സുപ്രീം കോടതി എടുത്തു പറഞ്ഞു. വളരെ നേരമായിട്ടാണ് അന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. അതായത് നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ലെങ്കിൽ, അത് വേറൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ലെങ്കിൽ അത് തെറ്റല്ല. കാരണം നിയമപ്രകാരം അങ്ങനെ ഒരു നിയമം ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം തരില്ല എന്നുള്ള കാര്യമൊക്കെ ന്യായീകരിക്കാൻ പറ്റും. നിയമം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റില്ലെന്ന് സുപ്രീം കോടതി എന്ന് പറഞ്ഞു. നിയമം പാസ്സാക്കിയിട്ടുണ്ടോ, നിയമം അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയറിൽ പാർലമെന്റിൽ ഇത്ര മെജോറിറ്റിയിലാണോ പാസ്സാക്കിയത് എന്ന് മാത്രമേ ഞങ്ങൾ നോക്കുള്ളൂ. അല്ലാതെ നിയമം ശരിയാണോ, ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ, ഭക്ഷണം കൊടുക്കുന്നത് ശരിയാണോ എന്നുള്ളതൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുമ്പോൾ അത് വലിയ പേഴ്സണൽ ലിബർട്ടി, ഭയങ്കര വൈഡ് ഇൻ്റർപ്രിട്ടേഷനിലോട്ടൊന്നും നിങ്ങൾ പോകണ്ട. നിങ്ങളുടെ ഒരു ചെറിയ സ്വാതന്ത്ര്യം, ആ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു ബോഡിലി ഫ്രീഡം അത് മാത്രം നോക്കണുള്ളൂ. അതിലും മുകളിലൊന്നും നോക്കണില്ല. നിങ്ങൾ വല്ലാണ്ട് ചെകഞ്ഞ് പോകണ്ട എന്ന് സുപ്രീം കോടതി അന്ന് പറഞ്ഞു. പക്ഷേ മനേക കേസിൽ വന്നപ്പോൾ നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ കുറച്ച് മാറി. അമേരിക്കൻ കോൺസെപ്റ്റ് ആയിട്ടുള്ള ഡ്യൂ പ്രോസസ് ഓഫ് ലോ, അതായത് നിയമം പാസ്സാക്കിയാൽ മാത്രം പോരാ, ആ നിയമം ശരിയായിരിക്കണം എന്നുള്ള അമേരിക്കൻ കോൺസെപ്റ്റ്, അതായത് നിയമത്തിൻ്റെ കാമ്പിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ സുപ്രീം കോടതിക്ക് അനുവാദം നൽകിയ ഒരു കേസ് ഇൻ്റർപ്രിട്ടേഷൻ ആയിരുന്നു ആ ഒരു മനേക കേസിൽ നടന്നത്. മനേക കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഇവിടെ വെറും പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ലോ അല്ല, അതായത് നിയമം പാർലമെന്റ് പാസ്സാക്കിയെന്ന് വിചാരിച്ചത് ശരിയാവില്ല. നിയമം ആക്ച്വലി ഫെയർ ആയിരിക്കണം, ജസ്റ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ അതിന് പ്രോപ്പറായിട്ടുള്ള ബാക്കിംഗ് ഉണ്ടായിരിക്കണം, അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു മോറൽ ആയിട്ടുള്ള ബാക്കിംഗ് ഉണ്ടായിരിക്കണം എന്ന് സുപ്രീം കോടതി മനേക കേസിൽ പറഞ്ഞു. അതോടുകൂടിയാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന വളരെ ചുരുങ്ങിയ ഒരു സിസ്റ്റത്തിൽ നിന്നിരുന്ന നമ്മളുടെ ജുഡീഷ്യൽ സിസ്റ്റം അവിടെ നിന്ന് മാറി ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലോട്ട് വന്നത്. റീസണബിൾ ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, ജസ്റ്റ് ആയിരിക്കണം എന്ന് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ AK ഗോപാലൻ കേസിൽ വളരെ നേരോ ആയിട്ടുള്ള തീരുമാനം എടുത്ത സുപ്രീം കോടതി നമ്മളുടെ മനേക കേസിലോട്ട് എത്തിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടെ മാറി നിയമത്തിൻ്റെ കാമ്പിലോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റും. ഇവിടെ 21 പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ജപ്പാനീസ് കോൺസെപ്റ്റ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ ഇന്ന് മുതൽ ഇവിടെ നോക്കാൻ പോകുന്നത് ആ നിയമത്തിൻ്റെ കാമ്പും കൂടെ നമ്മൾ നോക്കും. നമ്മളിനി ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലോട്ട് കിടക്കുകയാണെന്ന് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ റീസണബിൾ ആണോ, ഫെയർ ആണോ, ജസ്റ്റ് ആണോ എന്നും കൂടെ നോക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുമ്പോൾ, റൈറ്റ് ടു ലൈഫ് എന്ന് പറയുമ്പോൾ ഈസ് നോട്ട് merely confined to animal existence or survival, but it includes within its ambit the right to live with human dignity. അതായത് അഭിമാനത്തോടുകൂടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അല്ലാതെ ഇവിടെ റൈറ്റ് ടു ലൈഫ്, ഓക്കെ എനിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, വെറുതെ ജീവിക്കാനുള്ള അവകാശമല്ല, അഭിമാനത്തോടുകൂടെ ഹ്യൂമൻ ഡിഗ്നിറ്റിയോടുകൂടെ ജീവിക്കാനുള്ള അവകാശം ഇവിടുത്തെ സിസ്റ്റം നമുക്ക് തരുന്നുണ്ട്. ആൻഡ് ഓൾ ദോസ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് വിച്ച് ഗോ ടു മേക്ക് എ മാൻസ് ലൈഫ് മീനിങ് ഫുൾ, കംപ്ലീറ്റ് ആൻഡ് വർത്ത് ലിവിങ്. പിന്നെ ഈ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻ ദി വൈഡസ്റ്റ് ആംപ്ലിറ്റ്യൂഡ് and it covers a variety of rights that go to constitute the personal liberties of a man. അതായത് പേഴ്സണൽ ലിബർട്ടി മുന്നത്തെ പോലെ ഒരു മെറ്റീരിയൽ എക്സിസ്റ്റൻസ് അല്ല, ഒരു സർവൈവൽ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുറേ അധികം റൈറ്റ്സ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റും ആർട്ടിക്കിൾ 21 ഉള്ളിലുള്ള റൈറ്റ്സ് വായിച്ചാലുണ്ടല്ലോ നമുക്കത് ഓർമ്മയിൽ പോലും നിൽക്കാത്ത രീതിയിലുള്ളതാണ്. കാരണം നമ്മളുടെ കൈവിരലുകളിൽ പോലും എണ്ണാൻ പറ്റാത്ത അത്രയും റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 21 ഉള്ളിൽ തന്നെ സുപ്രീം കോടതി പല വിധത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസിലൂടെ ആയിട്ട് നൽകിയിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ലീവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി. ഞാൻ പറഞ്ഞില്ലേ ഈ ഹ്യൂമൻ ഡിഗ്നിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അഭിമാനത്തോടു കൂടി ജീവിക്കാൻ. ഈ ഡിഫമേഷൻ കേസൊക്കെ ഉണ്ടാവാറില്ലേ, ഇപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളൊരു ഫോട്ടോ ഇടുമ്പോൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഫോട്ടോ ഇടുമ്പോൾ അതിൻ്റെ താഴെ മോശം കമൻറ്റുകൾ അടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആ മോശം കമൻസ് ഒക്കെ അടിക്കുന്നവർക്കെതിരെ കേസ് എടുക്കാൻ പറ്റും. കാരണം എനിക്കിവിടെ അഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട്. എന്നെ വെറുതെ കിടന്ന് അപമാനിക്കാനോ എൻ്റെ
ഒരു ജെൻഡറിനെയോ എൻ്റെ ഒരു ബോഡിയെയോ അപമാനിക്കാനുള്ള അവകാശം ഇവിടെ ഒരു വ്യക്തിക്കും ഇല്ല. എനിക്ക് അഭിമാനത്തോടു കൂടെ ജീവിക്കാനുള്ള അവകാശമാണുള്ളത്, വെറുതെ ജീവിച്ച് മരിച്ചു പോകാനുള്ള അവകാശമല്ല. ഇനി അത് കഴിഞ്ഞാലോ, പൊല്യൂഷൻ ഫ്രീ വാട്ടർ ആൻഡ് എയർ. അപ്പോൾ ഇപ്പോൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മൊത്തം എയർ പൊല്യൂഷനൊക്കെ ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് നമുക്ക് എൻഷ്യൂർ ചെയ്യണം പൊല്യൂഷൻ ഇല്ലാത്ത എയർ ലഭിക്കുന്നതായിട്ട്, അതുപോലെ തന്നെ വെള്ളവും ലഭിക്കുന്നതായിട്ട്. ഇപ്പോൾ ഒരു വെള്ളം കുടിച്ചു, എൻ്റെ വാട്ടർ അതോറിറ്റി വഴി കിട്ടുന്ന വെള്ളം കുടിച്ചു, എനിക്ക് എന്തെങ്കിലും രോഗം വന്നു, അപ്പോൾ ഗവൺമെൻറ് എൻഷ്യൂർ ചെയ്യേണ്ട വെള്ളമാണ്, പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള വാട്ടറാണ് എനിക്ക് അവൈലബിൾ അല്ലാതെ വന്നത്. ഞാനിപ്പോൾ കടയിൽ പോയി എൻ്റേതായിട്ടൊരു ജ്യൂസ് കുടിച്ച് എനിക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്കിതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ ഒരു വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എയർ കാരണം എനിക്കൊരു കുറ്റം പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗവൺമെൻറ്റിനെതിരെ കേസ് കൊടുക്കാം. കാരണം ഐ ഹാവ് ദ റൈറ്റ് ടു ലീവ് ആൻഡ് മൈ റൈറ്റ് ടു ലൈഫ് ഇൻക്ലൂഡ്സ് റൈറ്റ് ടു പൊല്യൂഷൻ ഫ്രീ വാട്ടർ ആൻഡ് എയർ. അതുപോലെ തന്നെ ലൈവ്ലിഹുഡ്, എനിക്ക് ജോലി ചെയ്യാനുള്ള അവകാശം. ഇപ്പോൾ നമ്മളുടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, അതിൻ്റെ സ്കീമൊക്കെ ഉണ്ടല്ലോ. അതുമാതിരി MGNREGS പോലെയൊക്കെ നമുക്ക് പല വിധത്തിലുള്ള ലൈവ്ലിഹുഡ് തരാനുള്ള കാരണം അതാണ്. കാരണം എനിക്ക് റൈറ്റ് ടു ലൈവ്ലിഹുഡ് ഉണ്ട്. അതുപോലെ തന്നെയാണ് റൈറ്റ് ടു പ്രൈവസി, എൻ്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാനുള്ള അവകാശം. ഇപ്പോൾ ഞാൻ സ്വകാര്യമായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഫയൽ, എൻ്റെ എന്തെങ്കിലും സീക്രറ്റ്സ്, ഇതൊന്നും പുറത്തു കൊണ്ട് കളയാൻ പറ്റില്ല. നമ്മളിപ്പോൾ അറിയാം, ഇപ്പോൾ ഡാറ്റയുടെ കാലമാണിത് അല്ലേ. നമ്മൾ ആധാർ കാർഡായിട്ടും പല കാര്യങ്ങളായിട്ടും, ഇപ്പോൾ ഒരു കോവിഡിൻ്റെ ഒരു വാക്സിൻ എടുക്കുമ്പോൾ പോലും കുറേ അധികം ഡാറ്റ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ ഇപ്പോൾ നമ്മുടെ പല വിധത്തിലുള്ള സ്കീമുകളായിട്ട് നമ്മളെ പല ഡാറ്റകൾ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇത് മെഡിക്കൽ കമ്പനികൾക്കായിട്ടോ ആർക്കോ ആയിട്ടോ അത് ഷെയർ ചെയ്യാനുള്ളൊരു അവകാശവും സർക്കാരിനില്ല. ഞാൻ ഇന്ന ഒരു കാരണത്തിന് വേണ്ടി, ഇന്ന ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം നൽകിയതാണ്. എൻ്റെ പ്രൈവസി ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. ഐ ഹാവ് റൈറ്റ് ടു പ്രൈവസി ഇൻ ദിസ് കൺട്രി ആൻഡ് ദാറ്റ് ഹാസ് ബീൻ പ്രൊവൈഡഡ് ബൈ ദി പുട്ടുസ്വാമി ജഡ്ജ്മെൻറ്റ്. 2017 തോന്നുന്നു പുട്ടുസ്വാമി ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിലാണ് സുപ്രീം കോടതി പറഞ്ഞത് സ്വകാര്യത എന്നുള്ളൊരു അവകാശം കൂടെ ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു പ്രൈവറ്റ് അക്കൗണ്ടിലിട്ടൊരു കാര്യം അത് പബ്ലിക് ആക്കുമ്പോൾ അവിടെ എൻ്റെ സ്വകാര്യതയെ ബാധിക്കുന്നുണ്ട്. കാരണം എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു, അവിടെ നിന്ന് അതെങ്ങനെ പബ്ലിക്കായി, അല്ലെങ്കിൽ ഞാനൊരു പ്രൈവറ്റ് ഗ്രൂപ്പിൽ കൊടുത്ത കാര്യങ്ങൾ അതൊരു പബ്ലിക്കായിട്ട് അത് ഇറക്കുമ്പോൾ അവിടെയും എൻ്റെ പ്രൈവസി പ്രശ്നമാവുന്നുണ്ട്. പിന്നെ പുറത്തു നിന്നുള്ള ആൾ കുറ്റം ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ രീതിയിലുള്ള നൂലാമാലകൾ വരും, അത് വേറൊരു കാര്യം. പക്ഷേ എനിക്ക് സ്വകാര്യത എൻ്റെ ഒരു അവകാശം തന്നെയാണ്. ഇപ്പം എൻ്റെ ഒരു ഫോൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോൺ ടാപ്പ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള കുറ്റമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോൺ ടാപ്പ് ചെയ്യുന്നത് പ്രൈവസിക്ക് എതിരെയുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ റൈറ്റ് ടു ലൈഫിൽ തന്നെ അത് വരുന്നുണ്ട്. നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും റൈറ്റ് ടു ലൈഫിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൈവസി, അതുപോലെ തന്നെ ഷെൽട്ടർ, എനിക്ക് എൻ്റെ മുകളിൽ ഒരു റൂഫ് ഉണ്ടാവാൻ എനിക്ക് അവകാശമുണ്ട്. എനിക്കൊരു റൈറ്റ് ടു ഷെൽട്ടർ ഇവിടെ ഉണ്ട്. എനിക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു അഭയ കേന്ദ്രം, എനിക്ക് ഒരു വിധത്തിലുള്ള സാഹചര്യം ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും രീതിയിലുള്ള അഭയ കേന്ദ്രം നൽകണം. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ വയോധികർക്കാണെങ്കിലും അല്ലെങ്കിൽ അനാഥരായ കുട്ടികൾക്കാണെങ്കിലും ഈ രാജ്യത്ത് പല വിധത്തിലുള്ള അഭയ കേന്ദ്രങ്ങളും കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട്? എനിക്ക് റൈറ്റ് ടു ഷെൽട്ടർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു ഹെൽത്ത്, അതുകൊണ്ടാണ് നമുക്കിവിടെ ഹോസ്പിറ്റലുകൾ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊക്കെ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എഡ്യൂക്കേഷൻ അപ് ടു 14 ഇയേഴ്സ്, 14 വയസ്സ് വരെ. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് സർവ്വശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാ സ്കൂളുകളുടെ മുമ്പിൽ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ റൈറ്റ് ടു ലൈഫിൻ്റെ ഉള്ളിൽ ആർട്ടിക്കിൾ 21 ഈ എഡ്യൂക്കേഷൻ അപ് ടു 14 ഇയേഴ്സ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ 21 കൂടെ ഈ 14 ഇയേഴ്സ് വരെയുള്ള എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ കാണും. പക്ഷേ റൈറ്റ് ടു ലൈഫിൻ്റെ ഉള്ളിൽ തന്നെ ആദ്യമേ ഇത് നൽകിയിട്ടുണ്ട്. പിന്നെ ലീഗൽ എയ്ഡ് നമ്മൾ കാണാറുണ്ട്, ഇപ്പോൾ സിനിമകളിലൊക്കെ കാണാറുണ്ട്. ടോവിനോയുടെ ഒരു സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു, ടോവിനോ ഒരു കേസിൽ പ്രതിയായി, ടോവിനോയ്ക്ക് വക്കീലന്മാരൊന്നും കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ലീഗൽ എയ്ഡായിട്ട് നമ്മളുടെ ഗവൺമെൻറ് ഒരു വക്കീലിനെ വെച്ച് കൊടുത്തു. ടോവിനോയ്ക്ക് കാശില്ല വക്കീലിനെ വയ്ക്കാൻ, പക്ഷേ ഒരു ഫെയർ ആയിട്ടുള്ള ട്രയൽ നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് ഇപ്പോൾ ഒരു പീഡന കേസിലെ പ്രതിയാണെങ്കിലും ആരാണെങ്കിലും ആ വ്യക്തിക്ക് ഒരു വക്കീലിനെ നൽകണം. കാരണം എന്താ? ആ വ്യക്തിക്കൊരു ഫെയർ ട്രയൽ വേണം. ആ വ്യക്തി ആ കുറ്റം സമ്മതിക്കുന്നത് വരെ, അല്ലെങ്കിൽ ആ കോടതി വിചാരണ കഴിഞ്ഞ് കുറ്റം ഈ വ്യക്തിയാണ് ചെയ്തത് എന്ന് ഒരു വിധി വരുന്നത് വരെ ആ വ്യക്തി കുറ്റവാളിയല്ല, കുറ്റാരോപിതനാണ്. ഒരു കുറ്റാരോപിതന് ഒരു ഫെയർ ട്രയലിനുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാദിയാണെങ്കിലും അവർക്കും പ്രോപ്പറായിട്ടുള്ളൊരു ട്രയലിനുള്ള അവകാശമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ലീഗൽ എയ്ഡിനെ നൽകുന്നത്. പക്ഷെ പലപ്പോഴും ഈ ലീഗൽ എയ്ഡ് സിസ്റ്റം വളരെ മോശമായിട്ടാണ് നടക്കുന്നത്. നമ്മൾ പല സിനിമകളിലും അതിൻ്റേതായിട്ടുള്ള റെഫറൻസുകൾ കാണാറുണ്ട്. അത് വെറും റെഫറൻസുകൾ മാത്രമല്ല, പലപ്പോഴും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. വക്കീലന്മാരുടെ ധർമ്മം മറന്നു പോകുന്നു. ഈവൻ ഡോക്ടർമാരുടെ ധർമ്മം മറന്നു പോകുന്നു. എഞ്ചിനീയർമാരുടെ ധർമ്മം മറന്നു പോകുന്നു. ടീച്ചർമാരുടെ ധർമ്മം മറന്നു പോകുന്നു. ഇങ്ങനെയൊക്കെ ധർമ്മം മറന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എങ്ങനെയാണ് വികസിക്കാൻ പോകുന്നത്? കാരണം നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ തന്നെ പറയുന്നുണ്ട്, വി ഷുഡ് ബി ചേസിങ് എക്സലൻസ് ഇൻ അവർ ലൈഫ്.
നമ്മളുടെ ജീവിതത്തിലെ എക്സലൻസ് ചേസ് ചെയ്യേണ്ടവരാണ്. നമ്മളൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി തന്നെയാണ്. ഈ രാജ്യത്തിൻ്റെ ഓരോ പൗരൻ്റെയും കടമ കൂടിയാണ്. നമ്മളുടെ ഒരു കർത്തവ്യത്തിൽ നമ്മൾ ഉഴപ്പുമ്പോൾ ശരിക്കും നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി നമ്മൾ പാലിക്കാതിരിക്കുകയും കൂടി ചെയ്യാണ്. അത് എൻഫോഴ്സിബിൾ അല്ലാതെ വേറൊരു കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ എഗെയിൻസ്റ്റ് സോളിറ്ററി കൺഫൈൻമെൻറ്റ്, ഞാനൊരു കുറ്റം ചെയ്തു, എന്നെ ജയിലിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു വെളിച്ചം പോലും കയറാത്ത ഒരു ചെറിയൊരു അറയ്ക്കുള്ളിലൊക്കെ കൊണ്ടുപോയിട്ട് എന്നെ ഇപ്പോൾ ജയിലിലാക്കാനൊന്നും പറ്റില്ല. കാരണം സോളിറ്ററി കൺഫൈൻമെൻറ്റ് അലൗഡ് അല്ല. ഈ വർഷം നോബൽ പ്രൈസ് ലഭിച്ച നർഗീസ് മുഹമ്മദി എന്ന് പറഞ്ഞ ആ ഒരു ഇറാനിയൻ വനിതയെ ഇറാനിൽ സോളിറ്ററി കൺഫൈൻമെൻറ്റിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം അവിടെ ഇങ്ങനത്തെ സിസ്റ്റം ഒന്നും ഇല്ല, അവിടെ ഡെമോക്രസി ഒന്നും അല്ല. പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും പറ്റില്ല. ഇവിടെ ഭരണഘടനയുണ്ട്, മൗലിക അവകാശങ്ങളുണ്ട്. പിന്നെ അതിനുശേഷം റൈറ്റ് ടു സ്പീഡി ട്രയൽ. ഇപ്പോൾ വിചാരണ നടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നടക്കാനുള്ളൊരു അവകാശം എനിക്കുണ്ട്. പക്ഷേ ഇന്ത്യയിലെ സിസ്റ്റം വളരെ സ്ലോ തന്നെയാണത് വേറൊരു കാര്യം. പിന്നെ എഗെയിൻസ്റ്റ് ഹാൻഡ് കഫിങ്, ഒരാവശ്യമില്ലാതെ ഇപ്പം എന്നെ നാണം കെടുത്താൻ വേണ്ടി മാത്രം ഇപ്പം ഞാൻ ഓടിപ്പോവില്ല എന്നൊക്കെ ഉറപ്പുള്ള സമയത്ത് ഓക്കെ ഇവനെ നാണം കെടുത്തിയേക്കാം, ഇവനെ ചങ്ങല ഹാൻഡ് കഫ് ഇട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് റൈറ്റ് ടു ലൈഫ് പ്രകാരം ഹാൻഡ് കഫ് ചെയ്യാതിരിക്കാനുള്ള അവകാശമുണ്ട്. കാരണം എനിക്ക് റൈറ്റ് ടു ഹ്യൂമൻ ഡിഗ്നിറ്റി അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതും വരുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. എഗെയിൻസ്റ്റ് ഇൻഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ്, ഒരു മനുഷ്യനെ എങ്ങനെയാണോ പരിഗണിക്കേണ്ടത് ആ രീതിയിലൊന്നും അല്ലാണ്ട് എന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതും എൻ്റെ റൈറ്റ് ടു ലൈഫിനെതിരെയാണ്. റൈറ്റ് എഗെയിൻസ്റ്റ് ഡിലേഡ് എക്സിക്യൂഷൻ. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, എനിക്കെതിരെ ഒരു വധശിക്ഷ വിധിച്ചു, ആ വധശിക്ഷ വൈകിക്കാതെ തന്നെ നടപ്പിലാക്കണം. അല്ലാതെ എന്നെ വധശിക്ഷ വിധിച്ചിട്ട് എന്നെ ഇങ്ങനെ നരകിപ്പിച്ച് നിന്നെ ഞാൻ കൊല്ലോടാ എന്ന് പറഞ്ഞാൽ അവിടെ ഇടാൻ പറ്റില്ല. 2 വർഷത്തിനേക്കാളും മുകളിൽ വധശിക്ഷ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ വധശിക്ഷ ഇല്ലാതാക്കാനുള്ള ഒരു കാരണം തന്നെയാണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കെതിരെ ഒരു വധശിക്ഷ, ആ ഒരു എക്സിക്യൂഷൻ എനിക്കെതിരെ ഉണ്ടെങ്കിൽ അത് ഡിലേ ചെയ്യാൻ പാടില്ല. ആ ഡിലേ ചെയ്യാൻ പാടില്ല എന്നുള്ളത് എൻ്റെ റൈറ്റ് ടു ലൈഫിൻ്റെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 വർഷത്തിനുള്ളിൽ നടത്തേണ്ട ആ ഒരു വധശിക്ഷ 2 വർഷത്തിനുള്ളിൽ നടത്തുന്നില്ലെങ്കിൽ ആ കാരണം കൊണ്ട് മാത്രം വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് എന്നെ വധശിക്ഷ വേണ്ടെന്ന് വെപ്പിക്കാം. അതിനുശേഷം റൈറ്റ് ടു ട്രാവൽ എബ്രോഡ്, ഞാൻ പറഞ്ഞില്ലേ റൈറ്റ് ടു ട്രാവൽ എബ്രോഡ് എന്നുള്ളത് ആർട്ടിക്കിൾ 21 വരുന്നത്. ഇന്ത്യയുടെ ഉള്ളിലത്തെ തന്നെ മൂവ്മെൻറ്റ് വരുമ്പോൾ അത് ആർട്ടിക്കിൾ 19 ഉള്ളിലും, ഞാൻ പുറത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അത് ആർട്ടിക്കിൾ 21 ഉള്ളിലാണ് വരുന്നത്. അതിനുശേഷം റൈറ്റ് അഗെയിൻസ്റ്റ് ബോണ്ടഡ് ലേബർ, ഇതിനൊക്കെ എക്സ്പ്ലോയിറ്റേഷനുള്ളിൽ വേറെ റൈറ്റ്സും കൂടി ഉണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ബോണ്ടഡ് ലേബർ എന്ന് പറയുമ്പോൾ എനിക്ക് കാശൊന്നും തരാതെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നിങ്ങൾ പാരമ്പര്യമായിട്ട് എനിക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്, അങ്ങനെ ഒരു കാര്യമില്ലാതെ എന്നെ നിർബന്ധിതനായിട്ട് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അങ്ങനത്തെ സേവനമൊക്കെ ചെയ്യിപ്പിക്കുന്നതിനാണ് ബോണ്ടഡ് ലേബർ എന്ന് പറയുന്നത്. എഗെയിൻസ്റ്റ് കസ്റ്റോഡിയൽ ഹരാസ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ ജയ്ഭീം സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു കുറ്റം അവരെയും കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ നാണം കെടുത്തി അവരുടെ ഇടയിലുള്ള സ്ത്രീകളെയൊക്കെ അപമാനിച്ച് അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കസ്റ്റോഡിയൽ ഹരാസ്മെൻറ്റിനെതിരെയും എനിക്ക് റൈറ്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നത്, എമർജൻസി മെഡിക്കൽ എയ്ഡ്. എനിക്കിപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി, പെട്ടെന്ന് ഒരു വൈദ്യ ശുശ്രൂഷ വേണം, അതെനിക്ക് കിട്ടണം, അതെൻ്റെ റൈറ്റാണ്. പിന്നെ റൈറ്റ് ടു ടൈംലി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. എനിക്ക് പെട്ടെന്ന് ഷുഗർ കൂടി അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു, ഞാൻ ഭയങ്കര അത്യാവശ്യ നിലയിലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നിരിക്കണം. പ്രൈവറ്റ് ഹോസ്പിറ്റലിന് അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവണം. അവിടെ ഒരു എമർജൻസി അല്ലല്ലോ, സമയത്തുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റൈറ്റ് നോട്ട് ടു ബി ഡ്രിവൺ ഔട്ട് ഓഫ് എ സ്റ്റേറ്റ്, എന്നെ വെറുതെ കേരളത്തിൽ നിന്ന് പുറത്ത് പോകാനാണെന്ന് പറഞ്ഞിട്ട് എടുത്ത് കളയാൻ പറ്റില്ല. കാരണം എനിക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ഫെയർ ട്രയൽ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ആ റൈറ്റ് ടു ലീഗൽ എയ്ഡിൻ്റെ സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ടുള്ള വിചാരണ നടത്താനുള്ള അവകാശമുണ്ട്. എന്നെ വെറുതെ കുറ്റാരോപിതനാണ്, എനിക്കെതിരെ ഏതെങ്കിലും ഒരു സ്ത്രീയോ ആരെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റം ആരോപിച്ചെന്ന് വിചാരിച്ച് ഞാൻ കുറ്റവാളിയാവില്ല. കുറ്റം എനിക്കെതിരെ തെളിയണം. കുറ്റം എനിക്കെതിരെ തെളിയുന്നവരെ പ്രോപ്പറായിട്ടുള്ളൊരു വിചാരണ നടത്താനുള്ള അവകാശം എനിക്കുണ്ട്. റൈറ്റ് ഓഫ് പ്രിസണർ ടു ഹാവ് നെസസിറ്റീസ് ഓഫ് ലൈഫ്, ഒരു ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാനായിട്ട് ഒരു ജയിലിൽ കിടക്കുന്ന വ്യക്തിക്ക് പോലും അവകാശമുണ്ട്. അത് ഭക്ഷണമായിക്കോട്ടെ, ഇപ്പോൾ വെള്ളം ആയിക്കോട്ടെ. ഈവൻ നമ്മളുടെ പഞ്ചാബിലത്തെ ജയിലിലൊക്കെ അവർക്ക് അവരുടെ പാർട്ട്നേഴ്സിനെ, ഇപ്പോൾ കല്യാണം കഴിച്ച ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഒക്കെ കാണാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാണാനും സംസാരിക്കാനും കുറച്ച് നേരം സംസാരിച്ചിരിക്കാനുള്ള അവകാശമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈവൻ എ പ്രിസണർ ഇൻ ദിസ് കൺട്രി ഹാവ് നെസസിറ്റീസ് ഓഫ് ലൈഫ് ദാറ്റ് ഷുഡ് ബി എൻഷുർഡ്. റൈറ്റ് ഓഫ് വിമൻ ടു ബി ട്രീറ്റഡ് വിത്ത് ഡീസൻസി ആൻഡ് ഡിഗ്നിറ്റി, ഇപ്പോൾ ഒരു സ്ത്രീകളോട് നമ്മൾ പെരുമാറുമ്പോൾ അവരെ ബഹുമാനിച്ചുകൊണ്ട് വേണം, ഡീസൻ്റ് ആയിട്ട് വേണം പെരുമാറാൻ. പിന്നെ റൈറ്റ് അഗെയിൻസ്റ്റ് പബ്ലിക് ഹാങ്ങിങ്, ഗവൺമെൻറ്റിന് പോലും എത്ര വലിയ കുറ്റം ചെയ്തവനാണെന്ന് പറഞ്ഞാലും ആ ഒരു വ്യക്തിനെ, ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റോ ഇപ്പോൾ രാജ്യത്തിന് മൊത്തത്തിൽ ബ്ലണ്ടർ അടിക്കുകയോ ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ആ വ്യക്തിയെ നാണം കെടുത്തിക്കൊണ്ട് പൊതുമധ്യത്തിലിട്ട് ആ വ്യക്തിയെ
കഴുത്തിലേറ്റാനൊന്നും അവകാശമില്ല. അത് ഗവൺമെൻറ്റിനാണെങ്കിലും ആർക്കാണെങ്കിലും. അല്ലാതെ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് അത് പറ്റില്ലല്ലോ. അപ്പോൾ പബ്ലിക് ഹാങ്ങിങ് അനുവദിച്ചിട്ടില്ല. പിന്നെ ഞാനൊരു മൗണ്ടനസ് റീജിയനാണ്, ഹില്ലി ഏരിയയിലാണ് താമസിക്കുന്നതെങ്കിൽ എനിക്ക് റോഡിനുള്ള അവകാശമുണ്ട്. പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ, നമ്മളിപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വേക്കൻസി എത്ര ഉണ്ടെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ടല്ലോ, അത് നമ്മളെ റൈറ്റ് ടു ലൈഫിൻ്റെ ഭാഗമാണ്. പിന്നെ റൈറ്റ് ടു റെപ്യൂട്ടേഷൻ, ഞാൻ ആ ഹ്യൂമൻ ഡിഗ്നിറ്റി പറഞ്ഞപ്പോൾ എൻ്റെ റെപ്യൂട്ടേഷൻ, എൻ്റെ ആ ഒരു സൽപ്പേര്, ആ സൽപ്പേരും എൻ്റെ ഒരു റൈറ്റാണ്. എന്നെ വെറുതെ ഒരാൾക്ക് നാണം കെടുത്താൻ പറ്റില്ല. വെറുതെ അവൻ വൃത്തിയിട്ടവനാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനൊന്നും പറ്റില്ല. കാരണം എനിക്ക് സൽപ്പേരിനും കൂടെ ഉള്ള ഒരു റൈറ്റ് ഉണ്ട്. റൈറ്റ് ഓഫ് അപ്പീൽ ഫ്രം എ ജഡ്ജ്മെൻറ്റ് ഓഫ് കൺവിക്ഷൻ. ഇപ്പോൾ എനിക്കെതിരെ ഒരു കുറ്റം ചുമത്തി ഒരു വിധി പുറപ്പെടുവിച്ചു, അതിനെതിരെ എനിക്ക് അപ്പീൽ കൊടുക്കാം. എനിക്ക് എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് അവിടെ അപ്പീൽ കൊടുക്കാൻ പറ്റും. പിന്നെ റൈറ്റ് ടു ഫാമിലി പെൻഷൻ, അങ്ങനെ ഫാമിലി പെൻഷൻ ഉണ്ടെങ്കിൽ അതെനിക്ക് ലഭിച്ചിരിക്കണം. റൈറ്റ് ടു സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്, ഇവിടെ പെൻഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ റൈറ്റ് അഗെയിൻസ്റ്റ് ബാർഫെറ്റേഴ്സ്, റൈറ്റ് ടു അപ്രോപ്രിയേറ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി, എനിക്ക് ഉതകുന്ന രീതിയിലുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസി ഇവിടെ ലഭിക്കുന്നുണ്ടാവണം. അതിനുള്ള കാശ് ഗവൺമെൻറ് വരില്ല, നമ്മൾ കാശ് എടുത്തിറക്കണം. പക്ഷേ എനിക്ക് ഉതകുന്ന രീതിയിലുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസി ഇവിടെ ഉണ്ടാവണം. പിന്നെ റൈറ്റ് ടു സ്ലീപ്പ്, എനിക്ക് ഉറങ്ങാനുള്ള അവകാശം എന്ന് വെച്ചിട്ട് ക്ലാസ്സിൽ പോയിട്ടിരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ടീച്ചർ നമ്മളെ പിടിച്ച് തല്ലും, അത് വേറൊരു സിസ്റ്റമാണ്. പക്ഷേ എനിക്ക് ഉറങ്ങാനുള്ള അവകാശമുണ്ട്, ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരണം. ഇപ്പോൾ ഞാൻ കോടതിയിൽ പോവാണ്, 24 മണിക്കൂർ എന്നിട്ട് വിചാരണ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എനിക്ക് 8 മണിക്കൂർ എൻ്റെതായിട്ടുള്ള ഉറക്കം എനിക്ക് വേണം. ഉറക്കം പോലും ഒരു റൈറ്റായിട്ട് നമ്മളുടെ സിസ്റ്റത്തിൽ നൽകിയിട്ടുണ്ട്. പിന്നെ റൈറ്റ് ടു ഫ്രീഡം ഫ്രം നോയ്സ് പൊല്യൂഷൻ, എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഭയങ്കരമായിട്ട് മെഷീൻ്റെ ശബ്ദം അനുവദിക്കില്ല. ഒരു പോയിന്റിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് അനുവദിക്കില്ല. കാരണം നോയ്സ് പൊല്യൂഷനെതിരെയും എനിക്ക് റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എൻ്റെ ചുറ്റും നടക്കുന്ന ഡെവലപ്മെൻറ്റ് സസ്റ്റൈനബിൾ ആയിരിക്കണം. ഈ എന്താ പറയുക, എൻവയോൺമെൻറ്റിനൊക്കെ വേണ്ടെന്ന് വെച്ച് ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്മെൻറ്റ് അസസ്മെൻ്റൊക്കെ കാട്ടിൽ പറത്തി മൊത്തത്തിൽ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടൊക്കെയുള്ള ഡെവലപ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ അവിടെ എനിക്ക് കേസ് കൊടുക്കാം. കാരണം ഐ ഹാവ് റൈറ്റ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ റൈറ്റ് ടു ഓപ്പർച്യൂണിറ്റി. പിന്നെ എൻ്റെ കാര്യത്തിലുള്ള ഡെവലപ്മെൻ്റ് ആണെങ്കിലും സസ്റ്റൈനബിൾ ആയിട്ട് എനിക്ക് നടത്താൻ പറ്റും. ഇപ്പം എൻ്റെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും സസ്റ്റൈനബിൾ ആണെങ്കിൽ അതെനിക്ക് നടത്താൻ പറ്റും. പിന്നെ റൈറ്റ് ടു ഓപ്പർച്യൂണിറ്റി, എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പ്രസൻറ്റ് ചെയ്യാനും പറയാനും അവതരിപ്പിക്കാനും വളരാനുമുള്ള അവകാശങ്ങളൊക്കെ നമ്മുടെ ഗവൺമെൻറ് തന്നെ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ 21 ഉള്ളിൽ തരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വരുന്നത് ആർട്ടിക്കിൾ 21A ആണ്. ഈ ആർട്ടിക്കിൾ 21 നമ്മൾ കണ്ടില്ലേ എന്തോരം റൈറ്റ്സാ അല്ലേ, നമുക്ക് വിരലിലെണ്ണാൻ പറ്റാത്ത, ഒറ്റ ശ്വാസത്തിൽ പറയാൻ പറ്റാത്ത അത്രയും റൈറ്റ്സ്, 35ഓളം റൈറ്റ്സ് ഉണ്ട്. ഇപ്പോഴും ഓരോ ഇൻ്റർപ്രിറ്റേഷൻസ് വഴി റൈറ്റ് ടു ലൈഫിൻ്റെ ഉള്ളിലോട്ട് കൂടുതൽ റൈറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആർട്ടിക്കിൾ 21A പറയുന്നത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള വ്യക്തികൾക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഇത് 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ വന്നത്. എഡ്യൂക്കേഷൻ ഫോർ ഓൾ, എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാനാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത് റൈറ്റ് ടു ലൈഫിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആർട്ടിക്കിൾ 21A ആയിട്ട് തന്നെ കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർട്ടിക്കിൾ 45 പ്രകാരം ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആയിരുന്നു. പക്ഷെ നമുക്കറിയാം DPSP എന്ന് പറയുന്നത് നോട്ട് എൻഫോഴ്സിബിൾ. അതായത് നമുക്കിത് കൊണ്ടുപോയിട്ട് കോടതിയിൽ കൊണ്ടുപോയിട്ട് അയ്യോ എനിക്ക് വിദ്യാഭ്യാസം തന്നില്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 45 നിന്ന് അത് നേരെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് മാറ്റിയത്. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻഫോഴ്സിബിൾ ആണ്. എനിക്ക് കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കാം, എനിക്ക് വിദ്യാഭ്യാസം തന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കേസ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഭാഗം നമ്മളുടെ മൗലിക അവകാശങ്ങളിലേക്ക് മാറ്റിവെച്ചത്. അപ്പോൾ മൗലിക അവകാശങ്ങളിൽ നമ്മളുടെ ഈ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മൗലിക അവകാശം ആയി മാറിക്കഴിഞ്ഞപ്പോൾ DPSPസിൽ പിന്നെ അതിൻ്റെ ഒരു ആവശ്യം ഇല്ലാണ്ടായി മാറി. അപ്പോൾ നമ്മളുടെ DPSPയിൽ ഈ ഒരു ആർട്ടിക്കിൾ 45 ഭേദഗതി വരുത്തി. 45 ഇപ്പോൾ ഉള്ളത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആണ്. അതായത് നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് ആ ഒരു ഇൻഫൻസിയിലുള്ള കെയറിൽ ഇപ്പോൾ നമുക്ക് അംഗൻവാടിയിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന പോഷകാഹാരങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ വാക്സിനേഷൻ, ഇതൊക്കെ നമ്മളെ ചൈൽഡ്ഹുഡ് കെയർ, ഏർലി ചൈൽഡ്ഹുഡ് കെയറിൽ പെട്ട കാര്യങ്ങളാണ്. 6 വയസ്സ് വരെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു കെയർ നൽകാനുള്ള ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മളുടെ ഭരണഘടനയിലുണ്ട്. പക്ഷേ അത് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലാത്തതുകൊണ്ട് എൻഫോഴ്സിബിൾ അല്ല. ഇത് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ മൗലിക അവകാശം നമുക്ക് 14 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസം നിഷേധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. പിന്നെ 51A നമ്മളുടെ മാതാപിതാക്കളുടെ ഡ്യൂട്ടി ആക്കി മാറ്റിയിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് 51 ആർട്ടിക്കിൾ 51A വരുന്നത്. അപ്പോൾ അതിലത്തെ ഒരു ഡ്യൂട്ടി ആക്കി മാറ്റിയിട്ടുണ്ട് നമ്മളുടെ
6 മുതൽ 14 വയസ്സ് വരെയുള്ള സമയത്ത് നമ്മളുടെ എലമെൻ്ററി എഡ്യൂക്കേഷൻ എൻഷ്യൂർ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ മാതാപിതാക്കളുടെ ഒരു കടമയാണ്. ഇനി മുതൽ എന്ന് പറയുമ്പോൾ ആ ഒരു അമെൻമെൻറ്റിന് ശേഷം 2002 ആ ഒരു സമയം തൊട്ടേ ഒരു കടമയായി മാറിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1993 തന്നെ ഇതിനെ നമ്മളുടെ റൈറ്റ് ടു ലൈഫിൻ്റെ ഉള്ളിൽ നമ്മളൊരു അവകാശമായിട്ട് കണ്ടതായിരുന്നു. 1992 ഇങ്ങനൊരു അവകാശം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ 1992 ഈവൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് അങ്ങനത്തെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇല്ലേ, അതുവരെ നമ്മളുടെ അവകാശമാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എലിമെൻ്ററി എഡ്യൂക്കേഷൻ, അതായത് നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ 10ാം ക്ലാസ് വരെയുള്ള എഡ്യൂക്കേഷൻ മാത്രമല്ല, അതിനുശേഷം ഹയർ എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഒക്കെ അവകാശമാണെന്നാണ് 1992 സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ 1993 നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞു എലമെൻ്ററി എഡ്യൂക്കേഷൻ വരെ കൊടുത്താൽ മതി, അതുവരെ നമുക്കുള്ള ഒരു ത്രാണി ഉള്ളൂ ഈ ഗവൺമെൻറ്റിന്. അപ്പോൾ എലമെൻ്ററി എഡ്യൂക്കേഷൻ വരെ കൊടുക്കണം, അതിനൊക്കെ ശേഷം എക്കണോമിക് കപ്പാസിറ്റി, അവരുടേതായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനൊക്കെ അനുസരിച്ച് പോയാൽ മതി എന്ന് നമ്മളെ സുപ്രീം കോടതി തന്നെ പറഞ്ഞു. കാരണം എല്ലാവർക്കും ഡോക്ടറാക്കാനും എഞ്ചിനീയർ ആക്കാനും നമ്മളുടെ ഗവൺമെൻറ്റിന് പറ്റില്ലല്ലോ. അപ്പോൾ 93 ആ ഇൻ്റർപ്രിറ്റേഷൻ മാറ്റി ശരിക്കും 93 തന്നെ ആർട്ടിക്കിൾ 21 ഉള്ളിൽ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 2002 നമ്മൾ 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മൾ ഇതിനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ആർട്ടിക്കിൾ 21A ആയിട്ട് അതിനെ പ്രത്യേകം എടുത്ത് വെച്ചു. അപ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും വരണം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്തായാലും ഉണ്ട് എന്നുള്ള രീതിയിൽ. പിന്നെ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 2009. ഇതൊക്കെ PSCയിൽ വളരെയധികം വട്ടം ചോദിക്കുന്ന കാര്യങ്ങളാണ്. ദിസ് ആക്ട് സീക്സ് ടു പ്രൊവൈഡ് ദാറ്റ് എവ്രി ചൈൽഡ് ഹാസ് എ റൈറ്റ് ടു ബി പ്രൊവൈഡഡ് ഫുൾ ടൈം elementary education of satisfactory and equitable quality in a formal school which satisfies certain essential norms and standards. വെറുതെ എനിക്ക് വിദ്യാഭ്യാസം തരണമെന്നല്ല, എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള വിദ്യാഭ്യാസം, ഇക്വിറ്റബിൾ ആയിട്ടുള്ള, എല്ലാവരോടും ഒരുമിച്ച് നിൽക്കുന്ന, ഒരേ ക്വാളിറ്റിയോട് കിടപിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ എനിക്ക് നൽകണം. This legislation is anchored in the belief that the values of equality, social justice and democracy and the creation of a just and human society can be achieved only through provision of inclusive elementary education to all. എല്ലാവർക്കും അവരെ ഒരുമിച്ച് പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുമ്പോൾ മാത്രമേ സോഷ്യൽ ജസ്റ്റിസ്, ഈക്വാലിറ്റി, ഡെമോക്രസി പോലുള്ള കാര്യങ്ങൾ ഈ രാജ്യത്തെ എൻഷ്യൂർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ റൈറ്റ് ടു എഡ്യൂക്കേഷനെ ഒരു സെപ്പറേറ്റ് മൗലിക അവകാശമായിട്ട് നമ്മൾ നൽകിയത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആർട്ടിക്കിൾ 22 ഈ ആർട്ടിക്കിൾ 21 നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ആർട്ടിക്കിൾ 20 പോലെ തന്നെയാണ് റൈറ്റ് ടു ലൈഫും ഏത് രീതിയിലുള്ള അടിയന്തരാവസ്ഥയാണെങ്കിലും, ഇന്റേണൽ അഗ്രഷൻ ആയിക്കോട്ടെ എക്സ്റ്റേണൽ അഗ്രഷൻ ആയിക്കോട്ടെ, നമുക്ക് എടുത്ത് കളയാൻ പറ്റില്ല ഏതവസ്ഥയാണെങ്കിലും. കാരണം എന്താ, എൻ്റെ ജീവിക്കാനുള്ള അവകാശം ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഒരു യുദ്ധം പുറത്തു നിന്ന് അമേരിക്ക എനിക്കെതിരെയല്ല, രാജ്യത്തിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞിട്ട് അനോണിനെ തൂക്കിക്കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണമില്ലാണ്ട് തെറ്റാണ് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ റൈറ്റ് ടു ലൈഫ്, ഇപ്പോൾ ഈവൻ ഞാനൊരു ഓപ്പോസിഷൻ പാർട്ടിയുടെ ലീഡറാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നു, രാജ്യത്തിനെതിരെ ഞാൻ പ്രവർത്തിക്കുന്നു, ചിലപ്പോൾ റഷ്യയിൽ തന്നെ തൂക്കിക്കൊല്ലും, പക്ഷെ ഇന്ത്യയിൽ തന്നെ തൂക്കിക്കൊല്ലാൻ പറ്റില്ല. കാരണം ഐ ഹാവ് ദ റൈറ്റ് ടു ലൈഫ് ആൻഡ് റൈറ്റ് ടു ലൈഫ് കൻ നോട്ട് ബി സസ്പെൻഡഡ് ഈവൻ ഇൻ ദ കേസസ് ഓഫ് എമർജൻസി, ബീറ്റ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആർട്ടിക്കിൾ 22 ഇതാണ് നമ്മൾ റൈറ്റ് ടു ഫ്രീഡത്തിലത്തെ അവസാനത്തെ ആർട്ടിക്കിളായിട്ട് വരുന്നത്. ആർട്ടിക്കിൾ 22 വരുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, അതായത് എന്നെ വെറുതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല, എന്നെ വെറുതെ ഡീറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇത് ആർട്ടിക്കിൾ 22 എമർജൻസിയുടെ സമയത്ത് സസ്പെൻഡ് ചെയ്യാവുന്നതാണ്. അടിയന്തരാവസ്ഥയുടെ സമയത്ത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നൊരു അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നില്ലേ, ആ സമയത്ത് ഈ അറസ്റ്റ് എന്നുള്ളത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സാർപ്പെട്ട പരമ്പര എന്നുള്ളൊരു സിനിമയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പല സിനിമകളുണ്ട് അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച്. അന്ന് നമുക്ക് കാണാൻ പറ്റും പലരെയും ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. ഓപ്പോസിഷൻ ലീഡേഴ്സിനെയൊക്കെ ഇവിടുത്തെ നമ്മളെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടായിരുന്നു? ആർട്ടിക്കിൾ 22 ക്യാൻ ബി സസ്പെൻഡഡ്. ഇതിന് മറ്റേ 20-21 പോലത്തെ പ്രൊട്ടക്ഷൻ ഇല്ല. എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റും, ഗവൺമെന്റിന് ഇത് സസ്പെൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ കാണുന്നത് രാജൻ എന്നൊരു വ്യക്തിയാണ്. ഈ വ്യക്തി
NIT കാലിക്കറ്റ്, അന്ന് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജും മറ്റുമായിരുന്നു, അവിടെ പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഈ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു അടിയന്തരാവസ്ഥ നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അവിടെ ആ ഒരു ലോക്കപ്പിൽ വെച്ച് ഈ വ്യക്തി മരിച്ചു. ആ ഒരു വ്യക്തി മരിച്ചത് പിന്നെ വലിയൊരു കോളെടുക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കസ്റ്റഡി മരണം രാജൻ്റെ, കാരണം ഒരു കാരണമില്ലാന്നതാണ്, അടിയന്തരാവസ്ഥ കാലത്താണ്. അപ്പോൾ ആർട്ടിക്കിൾ 22 സസ്പെൻഡ് ചെയ്തതുകൊണ്ടാണ് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയത്. ആ രാജൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇപ്പോൾ NITയിൽ വളരെ വലിയ രീതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ് രാഗം എന്നുള്ളൊരു ഫെസ്റ്റൊക്കെ. അതൊക്കെ ഈ രാജൻ മെമ്മോറിയൽ ആയിട്ടാണ്, രാജൻ എന്നുള്ളതിൽ നിന്നാണ് രാഗം എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് നമ്മളുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഇപ്പോൾ എന്താ പറയുക എമർജൻസി പ്രഖ്യാപിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നാളെ അനോണിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനോണിനെ അവർക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. എനിക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം എമർജൻസിയുടെ സമയത്ത് ഐ ഡോണ്ട് ഹാവ് ദ റൈറ്റ് അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. അപ്പോൾ ഈ റൈറ്റ് അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷനിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ റൈറ്റ് അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഈ അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷനിലൊക്കെ 2 രീതിയിലുള്ള കാര്യങ്ങൾ ഇത് വരുന്നുണ്ട്. പ്യൂണിറ്റീവ് എന്ന് പറയുന്നത് നമ്മളെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു മോഷണ കുറ്റം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് തന്നെ ജയിലിൽ പിടിച്ചിടുന്നതാണ് പ്യൂണിറ്റീവ് ആയിട്ടുള്ള എൻ്റെ ഒരു അറസ്റ്റ്. പ്രിവെൻറ്റീവ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാനിത് തീവ്രവാദ സംഘടനയായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പോലീസിനൊരു സംശയം, എന്നെ പുറത്ത് നിർത്തി കഴിഞ്ഞാൽ ഞാൻ തീവ്രവാദത്തിനുള്ള ആ ഒരു പ്രചാരങ്ങളൊക്കെ നടത്തിയാലോ എന്നുള്ള സംശയം, അതുകൊണ്ട് വേണമെങ്കിൽ എന്നെ പിടിച്ച് അകത്താക്കാൻ പറ്റും. അതാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. നമ്മളുടെ പല തീവ്രവാദ സംഘടനകളുടെ കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പലരെയും പിടിച്ച് അകത്താക്കാറുണ്ട്. ഈവൻ നമ്മളെ നാട്ടിൽ, നമ്മളെ കേരളത്തിൽ ഈ നക്സലൈറ്റ് ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരെയൊക്കെ പിടിച്ച് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിലാക്കി വയ്ക്കാറുണ്ട്. ഒന്നും അവർ കുറ്റം ചെയ്തിട്ടല്ല, പക്ഷേ ഇന്ന തീവ്രവാദ റിലേറ്റഡ് ആയിട്ടുള്ള സംഘടനയായിട്ട് ബന്ധമുണ്ട്, ഇവർ കുറ്റം ചെയ്യാതിരിക്കാനായിട്ട്. ഈവൻ ഇപ്പോൾ എന്താ പറയുക, മുഖ്യമന്ത്രിയുടെ ആ നവകേരള യാത്രയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസ് നേതാക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം അവരവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഒരു പ്രൊട്ടസ്റ്റൊക്കെ കൊണ്ടുവന്നാലോ എന്നുള്ള രീതിയിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ അറസ്റ്റിൻ്റെ കാര്യത്തിലുള്ള റൈറ്റ്സിന് 2 പാർട്സ് ഉണ്ട്. ആദ്യത്തെ പാർട്ട് എന്ന് വെച്ചാൽ ഓർഡിനറി ലോ പ്രകാരം, പ്രിവെൻറ്റീവ് അതായത് തെറ്റ് ചെയ്യാതിരിക്കാൻ, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല, അല്ലാതെ തെറ്റ് ചെയ്താലുള്ള ശിക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യത്തിലുള്ള ഒരു അറസ്റ്റിൻ്റെ കാര്യത്തിലുള്ള പ്രൊവിഷൻസ് ആണ് ആദ്യത്തെ പാർട്ട് 1 വരുന്നത്. സാധാരണ നിയമം നമ്മളൊക്കെ എന്താ പറയുക, നമ്മളെയൊന്നും പെട്ടെന്ന് എന്താ പറയുക തീവ്രവാദ സംഘടനയായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാനുള്ള സമയത്തുള്ള കുറച്ച് എന്താ പറയുക പ്രൊവിഷൻസ് ആണ് നമ്മൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത്. അതാണ് പാർട്ട് 1 ടു ബി ഇൻഫോംഡ്, ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ്. ഇപ്പം എന്നെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്ത് കാര്യത്തിനാണ് എന്നെ പിടിച്ചുകൊണ്ട് പോണത്? ഉറുമ്പിനെ കൊന്നതിനാണോ? ഇപ്പോൾ പുതിയൊരു നിയമം ഉണ്ടല്ലേ, ഉറുമ്പിനെ കൊന്നാൽ പിടിച്ചുകൊണ്ട് പോകുന്നത്, അപ്പോൾ അക്കാരണത്തിനാണല്ലോ എന്നെ പിടിച്ചുകൊണ്ട് പോയത്. ഓക്കെ, ഇതെന്നോട് ആ പോലീസ് ഓഫീസേഴ്സ് പറയണം. ഏത് പോലീസ് സ്റ്റേഷനിലോട്ടാണ് എന്നെ പിടിച്ചുകൊണ്ട് പോണത്, ആ സമയത്ത് എന്നോട് പോലീസ് ഓഫീസർ പറയണം, അനോണെ നിന്നെ ഇങ്ങനെ ഉറുമ്പിനെ കൊന്ന കാര്യത്തിനാണ് കേട്ടോ പിടിച്ചുകൊണ്ട് പോണേ, ആ ഒരു കാര്യം എന്നോട് പറയണം. പിന്നെ കൺസൾട്ട് ആൻഡ് ബി ഡിഫെൻഡഡ് ബൈ എ ലീഗൽ പ്രാക്ടീഷണർ, അതായത് എനിക്ക് ഒരു വക്കീൽ വഴിയൊക്കെ എൻ്റെ ആ ഒരു കാര്യം ഡിഫെൻഡ് ചെയ്യാനായിട്ട്, ജാമ്യം എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ടല്ലേ, ജാമ്യം എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒരു ലീഗൽ പ്രാക്ടീഷണറിനെ കണക്ട് ചെയ്യാനും കൺസൾട്ട് ചെയ്യാനുമുള്ള അവകാശം ഉണ്ട്. ആ ഒരു അവകാശം നൽകണം. ഇപ്പം നോൺ വെയിലബിൾ ഒഫൻസസിൽ ജാമ്യമില്ലാത്ത കുറച്ച് കുറ്റങ്ങളുണ്ട്, അവിടെ മാത്രമാണ് ജാമ്യം കിട്ടാത്തത്. അല്ലാത്ത സമയത്ത് ജാമ്യം കിട്ടാനാണെങ്കിലും ഇപ്പോൾ ഒരു കേസിൻ്റെ കാര്യത്തിനായിട്ട് നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലാവുമ്പോൾ തന്നെ നമ്മൾ വക്കീലുമായിട്ട് ബന്ധപ്പെടണം. ഇപ്പോൾ ജാമ്യം കിട്ടുമല്ലോ എന്ന് അന്വേഷിക്കാൻ വരെ വക്കീലുമായിട്ട് ബന്ധപ്പെടണം, വക്കീലുമായിട്ട് നമ്മൾ മൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വക്കീലുമായിട്ട് കൺസൾട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്നെ സാധാരണ ഒരു കേസിൻ്റെ പേരിലാണ് പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ കൺസൾട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആ വക്കീലിനാൽ എൻ്റെ കാര്യം ഡിഫെൻഡ് ചെയ്യാനും എനിക്ക് അവകാശമുണ്ട്. ടു ബി പ്രൊക്യൂർഡ് ബിഫോർ മജിസ്ട്രേറ്റ് വിത്തിൻ 24 hours. എന്നെ പിടിച്ചുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ട് 24 മണിക്കൂറിനുള്ളിൽ എന്നെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കണം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും സിനിമയിലൊക്കെ കാണാറുണ്ട്, കൂടുതൽ നേരം ആ ഒരു വ്യക്തിനെ കിട്ടാൻ വേണ്ടിയിട്ട് FIR എഴുതാൻ അവർ വൈകിക്കും, FIR രജിസ്റ്റർ ചെയ്യില്ല. എന്നിട്ട് FIR രജിസ്റ്റർ ചെയ്ത് ആ 24 മണിക്കൂർ എന്നുള്ളത് അവർ ഈ അറസ്റ്റ് രേഖപ്പെടുത്താണ്ട് 2-3 ദിവസത്തേക്കൊക്കെ നീട്ടിക്കൊണ്ട് പോവും. അങ്ങനെ അവസാനം അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ചിലപ്പോൾ തന്നെ 4 ദിവസം
പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ടായിരിക്കും. അങ്ങനെയൊന്നും പാടില്ല. സത്യത്തിലും അറസ്റ്റ് രേഖപ്പെടുത്തി ഒരു ദിവസത്തിനുള്ളിൽ എന്നെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ അവർ ഹാജരാക്കിയിട്ടുണ്ടാവണം. ഈവൻ ഹാജരാക്കുമ്പോൾ ഇങ്ങനെ ഡിലേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിനോട് പറയാം. ഇപ്പോൾ നിങ്ങളെയൊക്കെയാണ് എന്തെങ്കിലും കാര്യത്തിന് പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ നാളെ നിങ്ങളിപ്പോൾ ഈ ഭരണഘടനയെ കുറിച്ച് അറിയുന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് പറയാം, എന്നെ 24 മണിക്കൂറിനുള്ളിൽ എന്നെ ഹാജരാക്കേണ്ടതല്ലേ, എന്നെ എന്താ ഹാജരാക്കാത്ത, എന്നെ എന്തിനും ഇവിടെ പിടിച്ചിട്ടോണേ, നിങ്ങളെന്നെ പിടിച്ചു, ഇന്നതാണ് കാര്യം, ഉറുമിനെ കൊന്നു, അതാണ് കാരണം, എനിക്ക് എൻ്റെ വക്കീലിനെ കാണാൻ നിങ്ങൾ സമ്മതിച്ചില്ല. വക്കീലിനെ കാണാൻ സമ്മതിക്കുക എന്നുള്ളത് എൻ്റെ ആർട്ടിക്കിൾ 22 പ്രകാരമുള്ള റൈറ്റ് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ എന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ കാണിക്കണം എന്നുള്ളതും എൻ്റെ ആർട്ടിക്കിൾ 22 പ്രകാരമുള്ള റൈറ്റ് അല്ലേ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഭരണഘടനയെക്കുറിച്ച് വിജ്ഞാനമുള്ളവരായിരിക്കണം, അറിവുള്ളവരായിരിക്കണം എന്ന് പറയുന്നത്. ടു ബി റിലീസ്ഡ് ഇഫ് ഡിറ്റൻഷൻ ഈസ് നോട്ട് ഓതറൈസ്ഡ്. ഇവിടെ ഡിറ്റെന്നു എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൻ ചെയ്യുന്ന വ്യക്തിനെയാണ് ഡിറ്റെന്നു. നമ്മളെയാണ് ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഡിറ്റെന്നു ആണ്. അപ്പോൾ നമ്മൾക്കെതിരെ മജിസ്ട്രേറ്റ് പറയാണ്, ഇവനെന്തിനിവിടെ പിടിച്ചു വെച്ചിരിക്കണേ, ഇങ്ങനെ പിടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവനെ ഇറക്കി വിട്ടേക്ക്, നമുക്ക് കോടതിയിൽ വിചാരണ നോക്കാം, അല്ലാതെ അറസ്റ്റിലായി ഇങ്ങനെ നമ്മൾ ഇവിടെ വിചാരണ ചെയ്യേണ്ട ആവശ്യമോ ഒരു മൊഴി എടുക്കേണ്ട ആവശ്യമോ ഇവൻ പുറത്ത് പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ നമ്മൾ വിചാരണയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകണില്ല. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഇങ്ങനെ റിമാൻഡിൽ വിട്ടു, അല്ലെങ്കിൽ വെറുതെ ഇപ്പോൾ എന്താ പറയുക ജാമ്യം നൽകി വിട്ടു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ മജിസ്ട്രേറ്റ് പറയാണ് ഇവനെ പിടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ റിലീസ് ചെയ്യണം, മജിസ്ട്രേറ്റ് സമ്മതിക്കണം, 24 മണിക്കൂറിനുള്ളിൽ എന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ട് മജിസ്ട്രേറ്റ് അനുവദിക്കണം. ചില സമയത്ത് ജയിലിൽ കൊണ്ടുപോയിട്ട് ആ വ്യക്തിനെ റിമാൻഡിലാക്കാൻ പറയും. ചില സമയത്ത് പോലീസിന് അവരുടേതായിട്ടുള്ള കുറ്റാന്വേഷണത്തിനായിട്ട് വിട്ടു നൽകും, നിങ്ങൾ ഈ വ്യക്തി അറസ്റ്റിലാക്കി വെച്ചോളൂ, പോലീസ് അറസ്റ്റിൽ കീപ്പ് ചെയ്തോളാൻ പറയും. അങ്ങനെ പല വിധത്തിലുള്ള വിധികൾ നമ്മളുടെ മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കും. അപ്പോൾ ഏതാണോ മജിസ്ട്രേറ്റിൻ്റെ വിധി അതിപ്പോൾ എന്നെ വെറുതെ വിടാനാണ്, ഇപ്പോൾ കേസിൻ്റെ കാര്യത്തിൽ അവൻ അപ്പയർ ചെയ്താൽ മതി, മോനെ നീ എന്താ പറയുക നമ്മളെ കേസ് വരും, കേസിൻ്റെ സമയമാകുമ്പോൾ മര്യാദയ്ക്ക് കോടതി വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മജിസ്ട്രേറ്റ് വിടുകയാണെങ്കിൽ വിടാം. അങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് എൻ്റെ അവകാശങ്ങൾ? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്ത് കാരണത്താലാണ് എന്നെ പിടിച്ചടച്ചു വെച്ചിരിക്കണത്. രണ്ടാമത്തത് എനിക്കൊരു വക്കീലിനെ കാണാൻ സമ്മതിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂറിനുള്ളിൽ എന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ഇൻ കേസ് മജിസ്ട്രേറ്റ് പറയാണ് ഇവനെ വെറുതെ വിട്ടു, ഇപ്പോൾ ഇവൻ വിചാരണയ്ക്കൊക്കെ വന്നോളും, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പുറത്തോട്ട് വിടുകയും വേണം. ഇതൊക്കെയാണ് ഒരു സാധാരണ നിയമത്തിൻ്റെ പേരിൽ ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ അല്ലാതെ എന്നെ പിടിച്ച് അറസ്റ്റിലാക്കുമ്പോൾ എനിക്കുള്ള അവകാശങ്ങൾ. ദീസ് സേഫ് ഗാർഡ്സ് ആർ നോട്ട് അവൈലബിൾ ടു ആൻ എനിമി ഏലിയൻ ഓർ എ പേഴ്സൺ അറസ്റ്റഡ് ഓർ ഡീറ്റെയിൻഡ് അണ്ടർ ഡിറ്റൻഷൻ ലോ. എനിമി ഏലിയൻ എന്ന് പറയുന്നത് എന്താ, നമ്മളുമായിട്ട് ഒരു രാജ്യമായിട്ട് നമ്മളൊരു രാജ്യമായിട്ട് ഇപ്പോൾ യുദ്ധത്തിലാണ്, ഇപ്പോൾ പാകിസ്ഥാനായിട്ട് യുദ്ധത്തിലാണെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു പാകിസ്ഥാൻ പൗരൻ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു എനിമി ഏലിയനാണ്. അപ്പോൾ ആ വ്യക്തിനെ നമുക്ക് അറസ്റ്റിലാക്കാനുള്ള അവകാശം ഉണ്ടാവണം അല്ലേ, കാരണം ആ ഒരു രാജ്യമായിട്ട് നമ്മളിപ്പോൾ യുദ്ധത്തിലാണ്, ഈ വ്യക്തി ഇവിടെ നിന്നിട്ട് പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കില്ല എന്നൊരു ഉറപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ വ്യക്തിനെ യുദ്ധത്തിലായിരിക്കുന്ന സമയത്ത് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു അധികാരം നമ്മളുടെ ഗവൺമെൻറ്റിന് നമ്മളുടെ ഭരണഘടന നൽകുന്നുണ്ട്. അപ്പോൾ എനിമി ഏലിയനും ഈ ഒരു അറസ്റ്റിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. പിന്നെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോ, അതായത് നമ്മളെ UAPA പോലെ നമ്മളൊരു കുറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ അറസ്റ്റ് ആക്കുന്ന കാര്യത്തിലും ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. ദി സുപ്രീം കോർട്ട് ഓൾസോ റൂൾ ദാറ്റ് ദി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ആർട്ടിക്കിൾ ഡു നോട്ട് കവർ അറസ്റ്റ് അണ്ടർ ദ ഓർഡേഴ്സ് ഓഫ് എ കോർട്ട്. ഇപ്പോൾ ചില സമയത്ത് കോടതി തന്നെ പറയും ഈ വ്യക്തിയെ അനോണിനെ അവനിരിക്കുന്ന സ്ഥലത്ത് പോയി പിടിച്ചു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് എൻ്റെ മുന്നിൽ ഹാജരാക്കുമെന്ന് പറയും. ആ അറസ്റ്റിൻ്റെ സമയത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇൻഫോം ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉൾപ്പെടില്ല. പിന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ കാണിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സിവിൽ അറസ്റ്റ് ഓൺ ഫെയിലിയർ ടു പേ ഇൻകം ടാക്സ്, ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഡിപ്പോർട്ടേഷൻ ഓഫ് ഏലിയൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ABCD സിനിമയിൽ ദുൽഖർ സൽമാൻ, അതിൽ ഡിപ്പോർട്ടേഷനാണ്, ആ വ്യക്തിനെ അമേരിക്കയിലോട്ട് കൊണ്ടുപോകണം, അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്, കുറ്റമല്ലാണ്ട് മാറിയത്. കാരണം ഒരു എനിമേലിയനൊന്നും ആയിരുന്നില്ല, അമേരിക്കയുടെ യുദ്ധത്തിലൊന്നും ആയിരുന്നില്ല, എന്നിട്ടും എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത്? കാരണം ഇവിടെ ഡിപ്പോർട്ടേഷനാണ് നടക്കുന്നത്, അതിന് വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റും. ദേ അപ്ലൈ ഓൺലി ടു ആൻ ആക്ട് ഓഫ് ക്രിമിനൽ ഓർ ക്വാസി ക്രിമിനൽ നേച്ചർ ഓർ സം ആക്ടിവിറ്റി പ്രെജുഡീഷ്യൽ ടു പബ്ലിക് ഇൻട്രസ്റ്റ്. ഇപ്പോൾ നമ്മുടെ പബ്ലിക് ഇൻട്രസ്റ്റിന് എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു അറസ്റ്റിൽ നിന്നുള്ള ആ ഒരു കാര്യം അപ്ലൈ ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആയിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് അപ്ലൈ ആവുള്ളൂ. ഒരു സിവിൽ അറസ്റ്റൊക്കെ ആണെങ്കിൽ അതൊന്നും പ്രശ്നമല്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ, നമ്മളെ പാർട്ട് 2 പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു തീവ്രവാദ സംഘടനയായിട്ട് ബന്ധമുണ്ട്, ഞാൻ അപകടകാരിയാണെന്ന് നമ്മളുടെ പോലീസൊക്കെ ഒരു ഇൻ്റലിജൻസ് അറിവൊക്കെ കിട്ടിയേക്കാണ്, അപ്പം എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു സമയത്തുള്ള കാര്യങ്ങളാണ്
നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നത് ഫാദർ സ്റ്റാൻ സാമിയാണ്. ഈ വ്യക്തി നമ്മളുടെ ഈ രാജ്യത്തെ ഗോത്ര വിഭാഗങ്ങൾക്ക്, ആദിവാസി വിഭാഗങ്ങൾക്കൊക്കെ വേണ്ടി വളരെയധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ദളിത് റൈറ്റ്സിനൊക്കെ വേണ്ടി വളരെയധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു വിധത്തിലുള്ള കുറ്റവും ചെയ്തിട്ടില്ല. ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായതിനു ശേഷം ഈ ഫാദർ സ്റ്റാൻ സാമിയുടെ വീട്ടിൽ പോലീസ് എത്തിച്ചേർന്നിട്ട് പോലീസ് തന്നെ അവിടെ എന്തോ ഒരു ലാപ്ടോപ്പിൽ എന്തൊക്കെയോ എവിഡൻസ് കിട്ടിയെന്നും പറഞ്ഞിട്ട് ഈ വ്യക്തിനെ, ഫാദർ സ്റ്റാൻ സാമിനെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ കൊണ്ടുപോയി. ഫാദർ സ്റ്റാൻ സാമിക്ക് പല വിധത്തിലുള്ള രോഗങ്ങളുണ്ടായിരുന്നു. രോഗങ്ങൾക്കുള്ള പ്രോപ്പറായിട്ടുള്ള ചികിത്സ പോലും കൊടുത്തില്ല. ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പ്രതിഷേധിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. പ്രതിഷേധിച്ചു. ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടും ദളിതർക്ക് വേണ്ടിയും സംസാരിച്ചു എന്നുള്ള കുറ്റം മാത്രമേ ഫാദർ സ്റ്റാൻ സാമി ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഫാദർ സ്റ്റാൻ സാമിനെ അവർ ജയിലിലിട്ടു. രോഗത്തിനുള്ള പരിചരണം പോലും കൊടുത്തില്ല. ആ ജയിലിൽ വെച്ച് ഫാദർ സ്റ്റാൻ സാമി മരിച്ചു. ഇത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ ഏറ്റവും വലിയ ഒരു തെറ്റായിട്ടുള്ള രീതിനെ എടുത്തു കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ്. ഇത് നമുക്ക് നോക്കാം. പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് 3 മാസത്തിൽ കൂടുതൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ പാടില്ല. നമ്മൾ നേരത്തെ മജിസ്ട്രേറ്റിനാണ് കാണണമെങ്കിൽ ഇവിടെ ഒരു അഡ്വൈസറി ബോർഡിനെ കണ്ടിട്ട് അവർ സമ്മതിക്കണം, ഓക്കെ ഈ വ്യക്തിക്ക് തീവ്രവാദ സംഘടന ശരിക്കും എന്തൊക്കെയൊക്കെയോ ബന്ധമൊക്കെ ഉണ്ട്, ഈ വ്യക്തിനെ ജയിലിൽ തന്നെ വെക്കണം എന്ന് അഡ്വൈസറി ബോർഡ് സമ്മതിക്കണം. 3 മാസത്തിനേക്കാളും കൂടുതൽ അവരെ പിടിച്ചിടുകയാണെങ്കിൽ. പിന്നെ സത്യത്തിൽ എന്തിനാണ് എന്നെ പിടിച്ച് ഇങ്ങനെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ വെച്ചതെന്ന് നമ്മളോട് പറയണം. ഇപ്പോൾ ഒരു മലയാളി മാധ്യമ പ്രവർത്തകനെയൊക്കെ UP-യിലൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാൾ ആള് വളരെയധികം ശോഷിച്ചു പോയി ജയിലിൽ കിടന്നിട്ട്. പ്രത്യേകിച്ച് കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അവിടെ എന്തോ ഒരു പീഡന കേസ് ഏറ്റവും റിപ്പോർട്ട് ചെയ്യാൻ പോയതാ. പിന്നെ റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കാനും എന്തിനാണ് ഇങ്ങനെ ജയിലിൽ അടച്ചിരിക്കുന്നത്? ദ ഡിറ്റൻയൂ ഷുഡ് ബി അഫോർഡഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് റെപ്രസെൻറ്റേഷൻ അഗെയിൻസ്റ്റ് ദ ഡിറ്റൻഷൻ ഓർഡർ. എന്തിനാണ് പിടിച്ചു വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാനും നമ്മളെ ഡിറ്റൻയൂ എന്ന് പറയുമ്പോൾ ആരെയാണോ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫാദർ സ്റ്റാൻ സ്വാമി ഒരു ഡിറ്റൻയൂ ആയിരുന്നു. കാരണം ഫാദർ സ്റ്റാൻ സ്വാമിനെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും അവകാശങ്ങൾ നൽകണം. പക്ഷേ ഇവിടെ കുറച്ച് എക്സെപ്ഷൻസും കൂടെ നൽകിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടന തന്നെ പാർലമെൻറ്റിന് അവകാശം നൽകുന്നുണ്ട്. ഇപ്പോൾ 3 മാസത്തിനേക്കാളും മുകളിൽ പിടിച്ചു വെക്കുകയാണെന്നുണ്ടല്ലോ, പിടിച്ചു വെക്കാൻ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് പാർലമെൻറ്റിന് തന്നെ അവകാശം കൊടുത്തിട്ടുണ്ട്. അതായത് എഫക്റ്റീവ്ലി നോക്കുമ്പോൾ പാർലമെൻറ്റിനോട് 3 മാസത്തിനേക്കാളും കൂടുതൽ പിടിച്ചു വെക്കരുതെന്ന് പറയുകയാണെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ 3 മാസത്തിനേക്കാളും കൂടുതലൊക്കെ പിടിച്ചു വെച്ചോ, അതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടാവണം. അത് നിങ്ങൾ തന്നെ നിയമം വഴി ഉണ്ടാക്കിയിട്ടുണ്ടാവണം. ദ സർക്കംസ്റ്റാൻസസ് ആൻഡ് ദ ക്ലാസസ് ഓഫ് കേസസ് ഇൻ വിച്ച് എ പേഴ്സൺ ക്യാൻ ബി ഡീറ്റെയിൻ ഫോർ മോർ ദാൻ 3 months അണ്ടർ എ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോ വിത്തൗട്ട് ഒബ്റ്റെയിനിങ് ദ ഒപ്പീനിയൻ ഓഫ് എൻ അഡ്വൈസറി ബോർഡ്. അഡ്വൈസറി ബോർഡിനോട് പോലും ചോദിക്കാതെ ഒരു വ്യക്തിനെ നിങ്ങൾക്ക് 3 മാസത്തിനേക്കാളും കൂടുതൽ പിടിച്ചു വെക്കണോ, അതിനുള്ള നിയമം നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോ എന്ന് നമ്മളുടെ ഭരണഘടന തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ പ്രകാരം എന്നെ പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ പ്രത്യേകിച്ച് കുറ്റമൊന്നും ഉണ്ടാവണമെന്നില്ല. അവർക്കൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടി, അനോൺ ഇവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, അനോണിനെതിരെ ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ പ്രകാരം നമുക്ക് നടപടി എടുക്കണം, ഇവനെ ജയിലിൽ അടയ്ക്കണം, 3 മാസം പോലും അല്ല അതിലും കൂടുതൽ കാലം, ഒരു 5-6 കൊല്ലം ഇവനെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ ഇടാം എന്ന് വേണമെങ്കിൽ അവർക്ക് തീരുമാനിക്കാൻ നമ്മളെ പാർലമെൻറ്റിന് പറ്റും. പിന്നെ ദ മാക്സിമം പീരീഡ് for which a person can be detained in any classes of cases under a preventive detention law. എത്ര കാലമാണ് ഒരു വ്യക്തിനെ മാക്സിമം പിടിച്ചിടാൻ പറ്റാന്നുള്ളതും പാർലമെൻറ്റിന് തന്നെ തീരുമാനിക്കാം. ഈ അവകാശം കൂടെ പാർലമെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ പാർലമെൻറ്റ് തീരുമാനിക്കും. മാക്സിമം 5 മാസം വെച്ചാൽ മതി കേട്ടോ. അത്രയ്ക്ക് നല്ലവരൊന്നും അല്ല പാർലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ പിടിച്ച് അകത്താക്കൂലല്ലോ. പിന്നെ ദ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ബൈ ആൻ അഡ്വൈസറി ബോർഡ് ഇൻ ആൻ ഇൻക്വയറി. അതായത് എനിക്ക് എങ്ങനെയാണ് തീവ്രവാദ ബന്ധം ഉണ്ടായെന്നൊക്കെ ഒരു അഡ്വൈസറി ബോർഡ് തപ്പുമല്ലോ. ഇപ്പം മജിസ്ട്രേറ്റിനെ പോയി കാണിക്കുന്ന പോലെ അഡ്വൈസറി ബോർഡിനെ പോയി കാണിക്കുമല്ലോ. ആ ഒരു കാര്യത്തിൽ പോലും അഡ്വൈസറി ബോർഡ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും നമ്മളെ പാർലമെൻറ്റിന് തന്നെ തീരുമാനിക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 44ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം ഈ ഒരു 3 മാസം എന്നുള്ള കാര്യത്തിൽ reduce the period of detention without obtaining the opinion of an advisory board from 3 to 2 months 2 മാസത്തിലോട്ട് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. 3 മാസത്തിനോട് 2 മാസത്തിലോട്ട് ഒതുക്കിയിട്ടുണ്ടായിരുന്നു 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ. പക്ഷെ അതൊന്നും ഇവിടെ പ്രാബല്യത്തിൽ വന്നില്ല. 3 മാസം എന്നുള്ളത് തന്നെ ഇവിടെ പ്രോപ്പറായിട്ട് പ്രാബല്യത്തിൽ വരുന്നില്ല. കുറേ കാര്യങ്ങളൊക്കെ 3 മാസത്തിന് ശേഷം അഡ്വൈസറി ബോർഡിൻ്റെ ഉള്ളിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈവൻ അഡ്വൈസറി ബോർഡിന് മുന്നിൽ കാണിക്കാതിരിക്കാനുള്ള ഭാഗങ്ങൾ ഉണ്ടാക്കാനും പാർലമെൻറ്റിന് അധികാരം കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർലമെൻറ്റിനും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ ലെജിസ്ലേഷൻ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മളെ ഇന്ത്യ ഗവൺമെൻറ്റിന് ഈ ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷനായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ കേരളത്തിനാണെങ്കിലും നിയമങ്ങളുണ്ട്. UAPA, കാപ്പ പോലത്തെ പല നിയമങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ
അവർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനാധിപത്യമുള്ള രാജ്യത്ത് പോലും ഇങ്ങനത്തെ ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ നമുക്ക് കാണാൻ പറ്റില്ല. അമേരിക്കയിൽ ഇങ്ങനെ ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്നുള്ളത് കേൾക്കാൻ പോലും പറ്റില്ല. ബ്രിട്ടനിൽ ഇങ്ങനത്തെ ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഉപയോഗിച്ചത് വേൾഡ് വാർ 1ൻ്റെയും വേൾഡ് വാർ 2ൻ്റെ ഇടയിൽ മാത്രമാണ്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് നമ്മളെ രാജ്യത്തും ഉണ്ടായിരുന്നു. ആ ഒരു സാധനം നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. പിന്നെ എന്തിനും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം. ഫാദർ സ്റ്റാൻ സ്വാമിനെ പോലെ പ്രതിഷേധം ഉയർത്തുന്നവർക്കൊക്കെ എതിരെ ഇതൊരു ആയുധമാക്കി എടുക്കുകയാണ്, ആൾക്കാരുടെ വായ അടപ്പിക്കാനായിട്ട്. ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ നമ്മളുടെ ഗവൺമെൻറ്റിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ UAPA ചുമത്താം. അവന് ചൈനയിൽ നിന്ന് ഫണ്ടിങ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് UAPA ചുമത്താം. അല്ലെങ്കിൽ ചൈനയുമായിട്ട് ബന്ധമുണ്ട്, രാജ്യദ്രോഹമായിട്ടാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചുമത്താൻ പറ്റും. അപ്പം ഇങ്ങനത്തെ കുറേ അധികം പ്രശ്നങ്ങൾ നമ്മൾ ആർട്ടിക്കിൾ 22ൻ്റെ ഉള്ളിലുണ്ട്. ഇതൊരു ഇൻ്റഗ്രൽ പാർട്ടായിട്ട് തന്നെ കൊടുത്തിരിക്കണം. മൗലിക അവകാശങ്ങളുടെ ഉള്ളിൽ തന്നെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രിവെൻറ്റീവ് ഡിറ്റൻഷനെ കുറിച്ച് അവർ പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ സർക്കാരിന് കുറേ കാര്യങ്ങൾ അലൗ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്, അല്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് റൈറ്റ് ടു ഫ്രീഡത്തിൻ്റെ ഉള്ളിൽ വരുന്നത്. ആദ്യം നമ്മൾ 6 റൈറ്റ്സ് ഉള്ള ആർട്ടിക്കിൾ 19 കണ്ടു. അതിനുശേഷം ആർട്ടിക്കിൾ 20 നമുക്ക് കുറ്റം ചുമത്തുന്നതിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ കണ്ടു. 21 റൈറ്റ് ടു ലൈഫ് കണ്ടു. 19 എക്സ്റ്റേണൽ അഗ്രഷനെ മാത്രം സമയത്ത് നമുക്ക് എടുത്ത് കളയാൻ പറ്റുള്ളൂ. 20, 21 എടുത്ത് കളയാൻ പറ്റില്ല, സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. 20, 21 ഏത് രീതിയിലുള്ള അടിയന്തരാവസ്ഥയാണെങ്കിലും എടുത്തു കളയാനോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാനോ പറ്റില്ല. സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ആ വേർഡ് തന്നെ ഉപയോഗിക്കണം, സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 22 എന്ന് പറയുന്നത് എന്താ? ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണെങ്കിൽ 22 വരുന്നത് നമ്മളുടെ അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ആണ്. അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷനിൽ തന്നെ പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ ഉണ്ട്, അതായത് പണിഷ്മെൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഡിറ്റൻഷനും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ആർട്ടിക്കിൾ 21ൻ്റെ ഉള്ളിൽ തന്നെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു എഡ്യൂക്കേഷനും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്ന. ക്ലാസ് അത്യാവശ്യം ലോങ് ആയെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അതുവരേക്കും ബൈ.